Hello all. ഇന്നത്തെ യൂണിറ്റിൽ മാസ്കുലിനിറ്റിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഫെമിനിസം, ഫെമിനിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ്സിനെ പറ്റിയിട്ട് നമ്മൾ ഒത്തിരി കേൾക്കുന്നുണ്ട്. റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മാസ്കുലിനിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പ്രൊഡക്ഷൻ ഓഫ് മാസ്കുലിനിറ്റി ആൻഡ് ഫെമിനിറ്റി. ഇതിൽ മെയിനായിട്ട് നമ്മൾ മാസ്കുലിനിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനാണ് സ്ട്രെസ് കൊടുക്കുന്നത്, കൂടുതലായിട്ട് നമ്മൾ പഠിക്കുന്നത്. എന്താണ് മാസ്കുലിനിറ്റി? മാസ്കുലിനിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് റെഫേഴ്സ് ടു ദി സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്, ബിഹേവിയേഴ്സ് ആൻഡ് റൂൾസ് ട്രഡീഷണലി അസോസിയേറ്റഡ് വിത്ത് മെൻ ആൻഡ് ബോയ്സ്. പുരുഷന്മാരുമായിട്ട് സംബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ എല്ലാ തരത്തിലുള്ള അവരുടെ ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, അവരുടെ ആട്രിബ്യൂട്ട്സ് ആയിക്കോട്ടെ, അവരുടെ എല്ലാ ബിഹേവിയേഴ്സും റൂൾസും ട്രഡീഷണലി പാസ് ഓൺ ചെയ്ത് വരുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിനാണ് നമ്മൾ മാസ്കുലിനിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പറയില്ല ആണത്തം എന്നൊക്കെ പറയത്തില്ലേ, അതാണ് ഈ കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജെൻഡർ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കോൺസെപ്റ്റും കൾച്ചറലി ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്, സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ പറയുന്ന മാസ്കുലിനിറ്റി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. ബയോളജിക്കൽ നേച്ചറിനെക്കാട്ടും കൂടുതൽ ഇതിനൊരു സോഷ്യൽ നേച്ചർ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ അതേപോലെ ഓരോ സൊസൈറ്റിയിൽ നോക്കിയാലും ഓരോ രീതിയിലാണ് മാസ്കുലിനിറ്റി നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അക്രോസ് സൊസൈറ്റി മാസ്കുലിനിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫെമിനിസത്തിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, അവരെന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നത്, അതിനെന്തൊക്കെയാണ് കോപ്പിംഗ് മെക്കാനിസം, അല്ലെങ്കിൽ അതിന് എന്തൊക്കെ ചെയ്യാം അത് മാറ്റാൻ വേണ്ടിയിട്ട്, അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഫെമിനിസം എന്ന് പറഞ്ഞൊരു ടോപ്പിക് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഫസ്റ്റ് വേവ് ഫെമിനിസം, സെക്കൻഡ് വേവ് ഫെമിനിസം ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് വേവ് ഫെമിനിസം വന്നപ്പോഴാണ് മാസ്കുലിനിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിന് കുറച്ചും കൂടി ഒരു സ്ട്രെസ് കിട്ടുന്നത്, അല്ലെങ്കിൽ ആൾക്കാർ കുറച്ചും കൂടെ പുരുഷന്മാരെ കുറിച്ചും പഠിക്കണം എന്നൊരു തോട്ട് വരാനായിട്ട് തുടങ്ങിയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അങ്ങനെയാണ് പേട്രിയാർക്കി, ജെൻഡർ ഇതുപോലുള്ള കോൺസെപ്റ്റ്സിലേക്ക് എത്തിപ്പെട്ടതും ആൾക്കാർ ഇതിനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്യണം എന്ന് തീരുമാനിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്യുന്നത്. അപ്പം മാസ്കുലിനിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മൾട്ടി ഫേസ്ഡ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അതായത് നമുക്ക് ഒരു സൊസൈറ്റിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് മാസ്കുലിനിറ്റി ആയിരിക്കും, പക്ഷേ സൊസൈറ്റി മാറുന്നതനുസരിച്ച് മാസ്കുലിനിറ്റി മാറും. സൊസൈറ്റി അക്രോസ് മാത്രമാണോ മാസ്കുലിനിറ്റി കോൺസെപ്റ്റ് മാറുന്നത്? അല്ല, ഒരേ സൊസൈറ്റിയിൽ തന്നെ മാസ്കുലിനിറ്റി പല വിധത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. പണ്ട് കാലത്തൊക്കെ ഒരു ടൈപ്പ് ഓഫ് മാസ്കുലിനിറ്റി, അതായത് ആണുങ്ങളായാലും ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ഒരു സെറ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ആയിരിക്കും എല്ലാവരും. പക്ഷെ ഇപ്പോൾ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, നമുക്ക് സെറ്റ് ഓഫ് അല്ലെങ്കിൽ പല ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മാസ്കുലിനിറ്റി നമുക്ക് കാണാനായിട്ട് പറ്റും ഒരു സൊസൈറ്റിയിൽ. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിന് മുന്നേ പറയുന്നത്, ടാൽക്കോട്ട് പാസിന് മാസ്കുലിനിറ്റി പറ്റി പറയാനായിട്ട് എന്തായിരുന്നു ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സ്ത്രീകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ത്രീകൾ എങ്ങനെയാണ് കുറച്ചും കൂടെ സബോർഡിനേറ്റ് ആവുന്നത് എന്ന് അദ്ദേഹം പറയുന്ന ഒരു കുറച്ച് കോൺസെപ്റ്റ്സ് പറയാം. അതിൽ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, masculinity are embedded in his broader theory of the family and gender roles. ഫാമിലി, ജെൻഡർ റൂൾസ് ഇതുപോലത്തെ തിയറീസിലാണ് കൂടുതലായിട്ട് മാസ്കുലിനിറ്റിയെ പറ്റിയിട്ട് ടാൽക്കോട്ട് പാസൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഒരു മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ 2 ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ആണ് ഒരു സൊസൈറ്റിക്ക് പെർഫോം ചെയ്യാനായിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഒരു കുട്ടിയെ റേസ് ചെയ്ത് അതിനെ സോഷ്യലൈസ് ചെയ്ത് ഒരു ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ബീങ് ആക്കുക എന്ന് പറയുന്നത്. 2 എന്ന് പറയുന്നത് സ്റ്റെബിലൈസിങ് ദി അഡൾട്ട് പേഴ്സണാലിറ്റീസ്. അതായത് ഈ പറയുന്ന 2 ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അതായത് ടാൽക്കോട്ട് പാസൻ പറയുന്നത്, ഒരു കുട്ടി ജനിക്കുമ്പോഴത്തേക്ക് ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ്, ബയോളജിക്കലി അറ്റാച്ച്മെന്റ് എന്താണ്, ആ കുട്ടിയുടെ അമ്മയുടെ അടുത്താണ്. കാരണം മദർ എന്ന് പറയുമ്പോഴത്തേക്കും അമ്മയാണ് ഡെലിവറി ഇപ്പോൾ ക്യാരി ചെയ്യുന്നതും അത് കഴിഞ്ഞിട്ട് പ്രസവിക്കുന്നതും കുട്ടികളെ ഫീഡ് ചെയ്യുന്നതും ഒക്കെ. അപ്പം അതുകൊണ്ട് ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് അമ്മയടുത്തായിരിക്കും. അതുകൊണ്ട് തന്നെ അമ്മയാണ് ആ കുട്ടിയെ സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയൊരു ഫാക്ടർ, അല്ലെങ്കിൽ ആ കുട്ടി എങ്ങനെയൊക്കെ വളരണം, അല്ലെങ്കിൽ ആ കുട്ടിയെ എങ്ങനെയൊക്കെ മോൾഡ് ചെയ്തെടുക്കുന്നുള്ളതിന് ഏറ്റവും വലിയ റോള് വഹിക്കുന്ന ആൾ അമ്മയാണ് എന്നാണ് ടാൽക്കോട്ട് പാസൻ പറയുന്നത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പുരുഷൻ ജോലി കഴിഞ്ഞ്, പുരുഷന്മാരാണല്ലോ ബ്രെഡ് വിന്നേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അവർ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും, അവർ പുറത്ത് പോയി ജോലി എടുത്ത് വരുമ്പോൾ വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും സ്ത്രീകൾ വേണം അവർക്ക് റിലാക്സേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ മറ്റ് ഇപ്പോൾ കുറച്ച് അവർക്ക് സ്ട്രെസ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ വീടിന് വേണ്ടിയിട്ട് ജോലി എടുത്ത് വരുന്നതാണ്. അങ്ങനെ ഒരു കോൺസെപ്റ്റാണ് ടാൽക്കോട്ട് പാസൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എന്താണ്, അവർ കുറച്ചും കൂടെ സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ അവർ ഇൻഡിപെൻഡൻ്റ് ആണ്. അവർ വീടിന് വേണ്ടിയിട്ട് ജോലി എടുത്ത് വരുന്നത് കൊണ്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്കും
സ്ത്രീകളാണ് പിന്നെ അവരുടെ അഡൾട്ട് പേഴ്സണാലിറ്റി സ്റ്റെബിലൈസ് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് രണ്ടിൻ്റെയും റീസൺ ആയിട്ട് ടാൽക്കോട്ട് പാസൺ പറയുന്നത് വിമൻ ആദ്യ റീസൺ, അല്ലെങ്കിൽ ഈ രണ്ട് പറയുന്ന ഫാക്ടേഴ്സിൻ്റെയും മെയിൻ ഏജന്റ് എന്ന് പറയുന്നത് സ്ത്രീകളാണ് എന്നാണ് പറയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ആങ്സൈറ്റി റിലീവ് ചെയ്യുക, സ്ട്രെസ് റിലീവ് ചെയ്യുക, പ്രഷർ റിലീവ് ചെയ്യുക, ഇതിനൊക്കെ വേണ്ടിയിട്ട് സ്ത്രീകളാണ് റെസ്പോൺസിബിൾ. ദേ ആർ കൺസിഡേർഡ് റെസ്പോൺസിബിൾ. ഇതാണ് ടാൽക്കോട്ട് പാസൺ പറയുന്നത്. അടുത്ത നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റ് ആണ് മാസ്കുലിനിറ്റി ആൻഡ് ഫെമിനിറ്റി എന്ന് പറയുന്നത്. മാസ്കുലിനിറ്റി ഫെമിനിറ്റി എന്ന് പറയുന്നത് സോഷ്യൽ കൺസ്ട്രക്ട്സ് ആണ്. നമുക്കറിയാം രണ്ടും സൊസൈറ്റി കൺസ്ട്രക്ട് ചെയ്യുന്ന കോൺസെപ്റ്റ്സ് തന്നെയാണ്. ഏജൻസ്, ഫാമിലി ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, പിയർ ഗ്രൂപ്പ് ആയിക്കോട്ടെ, റിലീജിയൻ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ഏജൻസ് വഴി വർഷങ്ങളോളം അല്ലെങ്കിൽ കാലങ്ങളോളം ട്രാൻസ്മിറ്റ് ചെയ്ത് വരുന്ന ഒരു സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള രണ്ട് കോൺസെപ്റ്റ്സ് ആണ് ഫെമിനിറ്റി, മാസ്കുലിനിറ്റി എന്ന് പറയുന്നത്. ഒരാൾ ഫീമെയിലോ മെയിലോ ആവാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അസ്ക്രൈബ് ചെയ്തിട്ടുള്ള കുറച്ച് കൾച്ചറലി അസോസിയേറ്റഡ് ആയിട്ടുള്ള ക്വാളിറ്റീസ്, അതിനാണ് മാസ്കുലിൻ, ഫെമിനിൻ എന്ന് പറയുന്നത്. അതായത് പുരുഷന്മാരായാലും അവർക്ക് ഇന്ന ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം, ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കണം, അവർ ഇന്ന റോൾസ് പെർഫോം ചെയ്യണം, ഇങ്ങനെ കാര്യങ്ങൾ ബിഹേവിയർ ചെയ്യണം. അതേപോലെ ഫീമെയിലിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും മെയിൽ ആവണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഫീമെയിൽ ആവണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം. ഇങ്ങനെ പറയുന്ന സെറ്റ് ഓഫ് ക്വാളിറ്റീസിനാണ് മാസ്കുലിനിറ്റി എന്നും ഫെമിനിറ്റി നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഈ രണ്ട് കോൺസെപ്റ്റ്സും മാസ്കുലിനിറ്റി പറഞ്ഞതുപോലെ തന്നെ ഓരോ സൊസൈറ്റിയിലും കാലം മാറും തോറും, കൾച്ചർ മാറും തോറും, ട്രഡീഷൻസ് മാറും തോറും മാറിക്കൊണ്ടേയിരിക്കുന്ന കോൺസെപ്റ്റ്സ് ആണ് മാസ്കുലിനിറ്റിയും ഫെമിനിറ്റിയും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. രണ്ടും നമുക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ മാസ്കുലിനിറ്റി മാത്രം തന്നെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസ്കുലിനിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പറയുമ്പോൾ ഫെമിനിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളത് എപ്പോഴും പറയുക. സ്ത്രീകൾ വീക്കായിട്ട് കൺസിഡർ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ സബോർഡിനേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അവർ ആർക്ക് കീഴിലാണ് സബോർഡിനേറ്റ്? മെന്നിന് കീഴിൽ. മെന്നെന്ന് പറയുമ്പോൾ എന്താണ്? ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും രണ്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇൻഡിവിജ്വൽസ് കൺഫേം ടു ദി ഷെയർഡ് കൾച്ചറൽ ബീയിങ് ഓഫ് മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ. അതായത് ഒരു സ്ത്രീക്ക് എല്ലാ സ്ത്രീകൾക്കും എവിടെയെങ്കിലും ഒരു ചെറിയ രീതിയിൽ ഒരു മാസ്കുലിൻ വശമുണ്ട്. അതേപോലെ തന്നെ പുരുഷന്മാർക്കും ചെറിയ രീതിയിൽ ഫെമിനിൻ വശമുണ്ട് എന്നാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ആരും കംപ്ലീറ്റ്ലി മാസ്കുലിൻ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫെമിനൈൻ അല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഈ രണ്ട് കോൺസെപ്റ്റ്സും റിലേറ്റ് ചെയ്താണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേ ആർ റിലേഷണൽ. നമുക്ക് ഒരിക്കലും അവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പഠിക്കാനായിട്ട് പറ്റത്തില്ല. അതേപോലെ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൊസൈറ്റിയിൽ സ്ത്രീകൾ സബോർഡിനേറ്റ് ആയിട്ട് നിൽക്കുന്ന നിൽക്കുന്ന സ്ത്രീകളും അതേപോലെ തന്നെ കുറച്ച് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന സ്ത്രീകളുണ്ട്. അപ്പം നമ്മൾ എന്താ പറയുക? അവരെ ഇവളൊരു ആൺകുട്ടിയാണ് എന്ന് നമ്മൾ പറയും. അതുകൊണ്ടാണ് പറയുന്നത് സ്ത്രീകൾക്കുള്ളിലും ഒരു മാസ്കുലിൻ സൈഡുണ്ട്, പുരുഷന്മാർക്കുള്ളിലും ഒരു ഫെമിനൈൻ സൈഡുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി മാസ്കുലിനിറ്റിയെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. കൺസെപ്ച്വലൈസേഷൻ ഓഫ് മാസ്കുലിനിറ്റി. Conceptualization of masculinity refers to the ways in which societies, cultures, and individuals define, construct, and understand what it means to be a man. അതായത് ഒരു പുരുഷനായിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന ക്വാളിറ്റീസ് സാറ്റിസ്ഫൈ ചെയ്യണം. കരയാൻ പാടില്ല, ബ്രേവ് ആയിട്ടിരിക്കണം, അഗ്രസീവ് ആയിരിക്കണം, ഒരു പ്രശ്നം വന്നാൽ ഫ്രണ്ടിൽ ഉണ്ടാകണം, അടി ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ നമ്മൾ പറയും നട്ടിലില്ലാത്തവൻ, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ സൊസൈറ്റി പറഞ്ഞു വിടുന്ന കുറച്ചധികം ക്വാളിറ്റീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മെയിലിനെയാണ് മാസ്കുലിൻ നേച്ചറുള്ള ഒരാളായിട്ട് സൊസൈറ്റി കൺസിഡർ ചെയ്യുക എന്നാണ് പറയുന്നത്. മാസ്കുലിനിറ്റി എന്ന് പറഞ്ഞൊരു ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു കാറ്റഗറിയോ അങ്ങനെയൊന്നും അല്ല. നമ്മൾ പറഞ്ഞ മാസ്കുലിനിറ്റി മാറിക്കൊണ്ടേയിരിക്കും. ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് കാരണവും കൾച്ചറലിയും ഒക്കെ മാസ്കുലിനിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ചേഞ്ചസ് സൊസൈറ്റിയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. ഈ കോൺസെപ്റ്റ് ഓഫ് മാസ്കുലിനിറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞു, അത് സിംഗുലർ അല്ല. അതായത് പുരുഷന്മാർ അവരിങ്ങനെ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെ പറഞ്ഞാലും അങ്ങനെ മാത്രമല്ല നമുക്ക് സൊസൈറ്റിയിൽ കാണാൻ പറ്റുന്നത്. ഒരുപാട് കൈൻഡ്സ് ഓഫ് മെന്നിനെ നമുക്ക് സൊസൈറ്റിയിൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ മാസ്കുലിനിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് മൾട്ടിഫേസഡ് ആണ്. അതായത് പ്ലൂറൽ ആണ്, സിംഗുലർ അല്ല. അത് നമുക്ക് പറയാനായിട്ട് പറ്റും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസെപ്ച്വലൈസേഷൻ ഓഫ് മാസ്കുലിനിറ്റി ഈസ് ഹെട്രോജീനിയസ്, ഹോമോജീനിയസ് അല്ല. ഹോമോജീനിയസ് എന്ന് പറയുമ്പോൾ ഒരേ കൈൻഡ് ഓഫ് മെൻ, പുരുഷന്മാരാണ് സൊസൈറ്റിയിൽ മുഴുവനുള്ളത് എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല. പല പല ഫോംസ് ഓഫ് മാസ്കുലിനിറ്റി എക്സസൈസ് ചെയ്യുന്ന പുരുഷന്മാർ നമ്മുടെ സൊസൈറ്റിയിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ റാഷണാലിറ്റി, കോമ്പറ്റീറ്റീവ്നെസ്, അസർട്ടീവ്നെസ്, ഡിസിഷൻ മേക്കിംഗ്, ഇതുപോലുള്ള ട്രേറ്റ്സ് ആണ് മാസ്കുലിനിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. എത്രത്തോളം ഒരു പുരുഷൻ അസർട്ടീവ് ആണ് അതിനനുസരിച്ച് നമുക്ക് ആ പുരുഷനോടൊത്തുള്ള പേടി ഉണ്ടാവും. പേടി വരുമ്പോഴത്തേക്കും ഓക്കെ ഒരു ആണ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ ഇതൊക്കെ സൊസൈറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്ന കുറച്ച് ഇല്യൂഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മൾട്ടിഫേസഡ് ആയിട്ടുള്ള ഈ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ പറഞ്ഞു മാസ്കുലിനിറ്റി. അത് മാസ്കുലിനിറ്റിയുടെ ക്രൈസിസ് വരെയാണ് നമ്മളിപ്പോൾ അഫക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അതായത് നമ്മളിപ്പോൾ പണ്ട് കാലത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ
ഇപ്പോൾ ഭയങ്കര ധൈര്യശാലിയായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അരഗൻ്റ് ആയിട്ടുള്ള പുരുഷന്മാരെ കാണുമ്പോഴത്തേക്കും സ്ത്രീകൾക്കൊരു ബഹുമാനമുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഒരു ഇഷ്ടമൊക്കെ ഉണ്ട്, ഒരു പ്രത്യേക കൈൻഡ് ഓഫ് അഫെക്ഷൻ ആയിരിക്കും അവരുടെ അടുത്ത്. അതേസമയം പാവങ്ങളായിട്ട് നിൽക്കുന്നവരെ കണ്ടാൽ ഇവർക്ക് ആണാണ് എന്ന് തന്നെ സംശയിച്ചിരുന്ന കാലമായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ അതിനെ കുറേ പേര് വിട്ട് വിളിക്കുന്നുണ്ട്, അതേപോലെ തന്നെ അതൊരു കോൺസെപ്റ്റ്സ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൊസൈറ്റിയിലുള്ള പല പല ഫോംസ് ഓഫ് മാസ്കുലിനിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് മാസ്കുലിനിറ്റിയിൽ ആദ്യം വരുന്നതാണ് ഹെജമനിക് മാസ്കുലിറ്റി. ഹെജമനിക് എന്നും പറയാം, ഹെഗമനിക് എന്നും പറയാം. അപ്പോൾ ഹെജമനിക് മാസ്കുലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു വേർഡ് കോയിൻ ചെയ്തത് R.W. കോണലാണ്. അതായത് ഇറ്റ് റെഫേഴ്സ് ടു ദി ഡോമിനൻറ്റ് ഫോം ഓഫ് മാസ്കുലിനിറ്റി ഇൻ എ ഗിവൻ സൊസൈറ്റി. അതായത് ഓക്കെ, നല്ല ഡോമിനൻ്റ് ആയിട്ടുള്ള പുരുഷന്മാർ അവർ എക്സസൈസ് ചെയ്യുന്നൊരു ഫോം ഓഫ് മാസ്കുലിനിറ്റിയാണ് ഹെജമനിക് മാസ്കുലിനിറ്റി എന്ന് പറയുന്നത്. അതായത് സ്ട്രെങ്ത്, സ്റ്റോയിസിസം, ഹെട്രോസെക്ഷുവാലിറ്റി, അതോറിറ്റി ഇതുപോലുള്ള ക്വാളിറ്റീസ് എക്സസൈസ് ചെയ്യുന്ന പുരുഷന്മാരിൽ കണ്ടുവരുന്ന മാസ്കുലിനിറ്റിയാണ് ഹെജമനിക് മാസ്കുലിനിറ്റി എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റുന്നത്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് എല്ലാ കൈൻഡ് ഓഫ് അവർ ഡോമിനൻ്റ് ആയിരിക്കും മൊത്തത്തിൽ. അപ്പോൾ ചില പുരുഷന്മാരെ നമുക്ക് കണ്ടാൽ അറിയാം, അവർ ഭയങ്കര അവരിപ്പോൾ അവരുടെ വോയിസ് ആയിക്കോട്ടെ, ഇപ്പോൾ എല്ലാ രീതിയിലും മൊത്തത്തിൽ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അവരുടെ പവർ ആയിക്കോട്ടെ, അവരുടെ അതോറിറ്റി ആയിക്കോട്ടെ, അവർക്കിപ്പോൾ ആൾക്കാരുടെ അടുത്ത് സംസാരിച്ച് ഒരു ഫൈറ്റ് ഉണ്ടാകുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന ആളായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ട് ആദ്യം റെഡി ആയിട്ട് നിൽക്കുന്നത്, പേടിക്കാണ്ട് മാറി നിൽക്കാണ്ട് അല്ലെങ്കിൽ താല്പര്യമില്ലാതെ മാറി നിൽക്കാണ്ട് ഞാൻ സോൾവ് ചെയ്യാം, ഞാൻ സംസാരിക്കാൻ വരാം എന്നും പറഞ്ഞ് വരുമല്ലോ കുറച്ച് പുരുഷന്മാർ. അവർ എക്സസൈസ് ചെയ്യുന്നൊരു മാസ്കുലിനിറ്റിയാണ് ഹെജമനിക് മാസ്കുലിനിറ്റി ആയിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ആൻ ഐഡിയലൈസ്ഡ് സ്റ്റാൻഡേർഡ് ഓഫ് വാട്ട് ഇറ്റ് മീൻസ് ടു ബി എ മാൻ. ഈ ഒരു മാസ്കുലിനിറ്റിയാണ് പെർഫെക്റ്റ് ആയിട്ട് സൊസൈറ്റി കൺസിഡർ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഒരു ആണ് ആയിരിക്കേണ്ടത് എന്ന് നമ്മൾ പറയും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പോവുകയാണെന്ന് വിചാരിക്കുക. ട്രിപ്പ് പോകുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നൊരു കാര്യമാണ്, സ്വാഭാവികമായിട്ടും പുരുഷന്മാർ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇങ്ങ് തന്നോളൂ, ബാഗ് തന്നോളൂ എന്ന് പറഞ്ഞാൽ അവർ കയ്യിലെടുക്കാറുണ്ട് ബാഗ്. അവർ വണ്ടിക്കകത്ത് വെക്കുക, അല്ലെങ്കിൽ അവരാണ് കൂടുതലും വെയിറ്റ് ചുമക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനാണ് ഒരു വാട്ട് എ മാൻ ഷുഡ് ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണൊരു ഐഡിയൽ ഫോം ഓഫ് അല്ലെങ്കിൽ ഒരു ഐഡിയൽ ടൈപ്പ് ഓഫ് മാൻ എന്ന് പറയുന്നത്. ദി ഐഡിയൽ സെറ്റ്സ് ദി ബെഞ്ച് മാർക്ക് ഫോർ മാസ്കുലിനിറ്റി സബോർഡിനേറ്റിംഗ് അതർ ഫോംസ് ഓഫ് മാസ്കുലിനിറ്റീസ് ആൻഡ് ഫെമിനിറ്റീസ്. അപ്പം ഇങ്ങനെ ഒരു പുരുഷനുണ്ട്, ഇയാൾ ഭയങ്കര ഡോമിനേറ്റിംഗ് ആണ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന എന്താണ്? സ്ത്രീകൾ സബോർഡിനേറ്റ് ആണ്. അത് മാത്രമല്ല, മറ്റു പുരുഷന്മാർ സബോർഡിനേറ്റ് ആണ്. ഒരു 2-3 പുരുഷന്മാർ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അതിലൊരാൾ ഭയങ്കര പവർഫുൾ ആയിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നുകയാണ് എല്ലാ കാര്യത്തും അയാളാണ് എല്ലാം ചെയ്യുന്നത്, ഭയങ്കര ഡോമിനൻ്റ് ആണ്, അല്ലെങ്കിൽ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാരെ. ബാക്കി 2 പേരും മിണ്ടാതിരിക്കുകയാണെങ്കിൽ അവർ 2 പേരും സബോർഡിനേറ്റ് ആയിരിക്കും. അത് വേറെ ഫോം ഓഫ് മാസ്കുലിനിറ്റി ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പം ഹെജമനിക് മാസ്കുലിനിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും സ്ത്രീകളുടെ മുകളിൽ മാത്രമല്ല അവർക്ക് അധികാരമുള്ളത്, മറിച്ച് ബാക്കിയുള്ള മാസ്കുലിനിറ്റി സബോർഡിനേറ്റ് മാസ്കുലിനിറ്റീസിലും അവർക്ക് ഭയങ്കര അധികാരമാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സബോർഡിനേറ്റ് മാസ്കുലിനിറ്റീസ് ആയിട്ട് പറയുന്നത് ഗേ ആയിട്ടുള്ള ആൾക്കാരെ പറയാറുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ബാക്ക്വേർഡ് ആയിട്ടുള്ള റേസ് ആയാലും എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് എത്നിസിറ്റിയിലൊക്കെ കുറച്ച് ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ സബോർഡിനേറ്റ് ഒരു മാസ്കുലിനിറ്റിക്കുള്ളിൽ പറയാനായിട്ട് പറ്റും. അതുമാത്രമല്ല, പാട്രിയാർക്കൽ പ്രാക്ടീസസ് വഴി സ്ത്രീകളെ ഭയങ്കരമായിട്ട് സബോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഹെജമനിക് മാസ്കുലിനിറ്റിയിലുള്ള ആൾക്കാർക്ക് പറ്റും. ഡോമിനൻ്റ് ആയതുകൊണ്ട് തന്നെ ബാക്കി സ്ത്രീകളെയും ബാക്കി പുരുഷന്മാരെയും ഇവർക്ക് ഒപ്രസ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ റിസോഴ്സസ് ആയിക്കോട്ടെ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, ഇൻഡിവിജ്വൽസ് ആയിക്കോട്ടെ, ഇതിലൊക്കെ ഇവർക്ക് കൺട്രോൾ ഉണ്ട്. ആർക്കൊക്കെ ഇത് കിട്ടണം, ആർക്കൊക്കെ ഇത് കിട്ടാൻ പാടില്ല, ഞങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക, അതൊക്കെയാണ് ഇതിലുള്ള ആൾക്കാർ മെയിനായിട്ടും എയിം ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെയിൽ ഡോമിനൻസ്, മീഡിയ റെപ്രസെൻറ്റേഷൻ വഴി ആയിക്കോട്ടെ, കൾച്ചറൽ നോംസ് വഴി ആയിക്കോട്ടെ, ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രാക്ടീസസ് വഴി ആയിക്കോട്ടെ, ഇവിടെ മെയിൽ ഡോമിനൻസിനാണ് പ്രാധാന്യം എന്ന് പറയുന്നത്. അവരാണ് എപ്പോഴും സൊസൈറ്റിയിൽ മുന്നിട്ട് നിൽക്കുക, നമുക്ക് കാണാനായിട്ട് പറ്റുക. അതേപോലെ തന്നെ ഈ ഒരു ഹെജമനിക് മാസ്കുലിനിറ്റി ഫുള്ളി സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരു പുരുഷൻ സൊസൈറ്റിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ഒരു പുരുഷനായിട്ട് കൺസിഡർ ചെയ്യത്തില്ല. സൊസൈറ്റി തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങും. നീ ഒരു ആണ് തന്നെയാണോ, നിനക്ക് ഈ പറഞ്ഞ നട്ടിലൊന്നും ഇല്ലേ, ആണുങ്ങളെ കുറച്ചും കൂടെ ആണത്തം വേണം, ധൈര്യം വേണം എന്നൊക്കെ നമ്മൾ സിനിമകളിലും ഒക്കെ ആയിട്ട് മീഡിയ വഴിയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സൊസൈറ്റിയിൽ റീഇൻഫോഴ്സ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു ഹെജമനിക് മാസ്കുലിനിറ്റിക്കുള്ളിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരു മാനെ റിയൽ മാനായിട്ട് കൺസിഡർ ചെയ്യാറില്ല എന്നാണ് പറയുന്നത്.
അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന എന്താണ്? സബോർഡിനേറ്റ് മാസ്കുലിറ്റീസ്. ഇറ്റ് റെഫേഴ്സ് ടു ദി മാസ്കുലിറ്റീസ് ദാറ്റ് ആർ ആക്റ്റീവ്ലി മാർജിനലൈസ്ഡ് ഓർ സ്റ്റിഗ്മറ്റൈസ്ഡ്. അതായത് അവരെ ഒരു സ്റ്റിഗ്മറ്റൈസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ്. അതായത് ഇവർക്കൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല, ഇവർക്കൊന്നും ആൾ കഴിവുണ്ടെന്ന് തോന്നുന്നില്ല ഒരു അടി ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഇവരൊക്കെ പാവാണ്, ഇവരെ കൊണ്ടൊരു ഗുണമില്ല എന്നൊക്കെ നമ്മൾ പറയില്ല, മാറ്റി നിർത്തും സൊസൈറ്റിയിൽ. അപ്പോൾ അത് മെയിനായിട്ടും കാണപ്പെടുന്നത് ക്യൂർ മെന്നിൻ്റെ ഇടയ്ക്കാണ്. ഗേ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബൈസെക്ഷൽ ആയിക്കോട്ടെ, ട്രാൻസ് ആയിക്കോട്ടെ, അവർക്കൊക്കെ ഇടയിലാണ് ഇത് കാണാനായിട്ട് കൂടുതലും പറ്റുന്നത്. അവരത്ര ടഫായിട്ടുള്ള ആൾക്കാരായിരിക്കത്തില്ല, അല്ലെങ്കിൽ കുറച്ച് അവർക്ക് അത്ര അസേർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ലെങ്കിൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞു, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ഫാമിലി, സ്കൂള്, പിന്നെ പിയർ ഗ്രൂപ്പ് ആയിക്കോട്ടെ, മീഡിയ ആയിക്കോട്ടെ, ഇതൊക്കെ വഴിയാണ് ഈ പറയുന്നൊരു ഹെജമനിക് മാസ്കുലിറ്റി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് പിന്നെയും സൊസൈറ്റിയിൽ പെർപ്പച്വേറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതൊരു കൈൻഡ് ഓഫ് പ്രഷറാണ് അപ്പോൺ സൊസൈറ്റി, അപ്പോൺ മെൻ. ഇത് കൺഫേം ചെയ്യാത്ത, അല്ലെങ്കിൽ ഈ പറയുന്ന ക്വാളിറ്റീസ് കൺഫേം ചെയ്യാതെ വരുമ്പോഴത്തേക്കും അവിടെ തന്നെ ജെൻഡർ ഇൻഇക്വാലിറ്റി സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ദിസ് ക്രിയേറ്റ്സ് എ പിരമിഡ് ഓഫ് മാസ്കുലിറ്റി വേർ ഹെജമനിക് മാസ്കുലിറ്റി സിറ്റ്സ് അറ്റ് ദി ടോപ്പ്, സപ്പോർട്ടഡ് ബൈ കോംപ്ലിസിറ്റ് ആൻഡ് സബോർഡിനേറ്റ് മാസ്കുലിറ്റീസ്. ഇവിടെ തന്നെ ഒരു പിരമിഡ് ക്രിയേറ്റ് ആണ്, സ്ട്രാറ്റിഫിക്കേഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഹെജമനിക് മാസ്കുലിറ്റി ടോപ്പിൽ വരും, ബാക്കിയുള്ളവരൊക്കെ താഴത്തെ തട്ടിലായിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പം മുകളിലത്തെ തട്ടിലുള്ളവർ സ്വാഭാവികമായിട്ട് താഴത്തെ തട്ടിലുള്ളവർ ഉപദ്രവിച്ച് വരികയാണല്ലോ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതേപോലെ തന്നെ പറയുന്ന ലാസ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഫിലിമിൽ, സ്പോർട്സിൽ, അഡ്വർടൈസ്മെന്റ്സിലും ഒക്കെ ഈ പറയുന്ന മാസ്കുലിറ്റി പിന്നെയും റീഎൻഫോഴ്സ് ചെയ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഇനി രണ്ടാമത്തെ ഫോം ഓഫ് മാസ്കുലിറ്റി പറയുന്നത് പേട്രിയാർക്കൽ മാസ്കുലിറ്റി ആണ്. ഇത് കുറച്ചും കൂടെ ഒരു ഡോമിനന്റ് ആയിട്ടുള്ള, കുറച്ചും കൂടെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഫോം ഓഫ് മാസ്കുലിറ്റി ആണ്. ഇറ്റ് അപ്ഹോൾഡ്സ് ആൻഡ് റീഇൻഫോഴ്സ് പേട്രിയാർക്കൽ സിസ്റ്റംസ് ഓഫ് പവർ വിച്ച് പ്രയോറിറ്റൈസ് മെയിൽ ഡോമിനൻസ് ഓവർ വുമൻ ആൻഡ് സബോർഡിനേറ്റ് മെൻ. ഇവിടെ കംപ്ലീറ്റ് ആയിട്ടൊരു ഡോമിനേഷൻ ആണ് വരുന്നത്. ഹെജമനിക് മാസ്കുലിറ്റി വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇവിടെ എല്ലാ രീതിയിലും ഒന്നും കൂടെ റീഇൻഫോഴ്സ് മാത്രമല്ല ചെയ്യുന്നത്, ഒന്നും കൂടെ ബാക്കിയുള്ള ഗ്രൂപ്പിനെ സപ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ എന്ന് പറയുമ്പോൾ മെന്നിനെയാണ് മൊത്തത്തിൽ സൊസൈറ്റി ഒരു ലീഡറായിട്ട് കൺസിഡർ ചെയ്യുക സൊസൈറ്റിയിൽ. മറ്റേടത്ത് പറയുമ്പോൾ ഡോമിനൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ലീഡറായിട്ട് അങ്ങ് കൺസിഡർ ചെയ്യും. അതുകൊണ്ട് പിന്നെ അവരെന്ത് പറയുന്നോ അതിനപ്പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പറ്റില്ല എന്നാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. നമ്മളുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ മിക്ക ഫാമിലീസും പേട്രിയാർക്കൽ ആയിട്ടുള്ള ഫാമിലീസ് ആണ്. നമുക്ക് കണ്ടാലും അറിയാൻ പറ്റും, അവിടെ അച്ഛൻ പറയുന്നതിന് അപ്പുറത്തേക്ക് ഒരു വാക്കില്ല എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അച്ഛനാണ് ഗൃഹനാഥൻ, അച്ഛൻ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് വാക്കുകളില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പം ഇത് നമ്മളുടെ സൊസൈറ്റിയുടെ കൾച്ചറിലായിക്കോട്ടെ, സോഷ്യലായിക്കോട്ടെ, ഇൻസ്റ്റിറ്റ്യൂഷനിലായിക്കോട്ടെ, സ്ട്രക്ചർ എല്ലാ രീതിയിലും എംബഡഡ് ആയിട്ട് കിടക്കുന്ന ഒരു കോൺസെപ്റ്റാണ് പേട്രിയാർക്കൽ മാസ്കുലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻ റീസൺ ഈ പേട്രിയാർക്കൽ മാസ്കുലിറ്റി ഉള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ജെൻഡർ ഇൻഇക്വാലിറ്റി തന്നെ സസ്റ്റെയിൻ ചെയ്ത് പോകുന്നത്, പെർപ്പച്വേറ്റ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. മറ്റേ ഹെജമനിക് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒരു പുരുഷൻ എങ്ങനെയൊക്കെ ആയിരിക്കണം, ഇങ്ങനെയൊക്കെ അയാളെ റിയൽ മെൻ ആവുള്ളൂ എന്നാണ് പറഞ്ഞത്. പേട്രിയാർക്കൽ മാസ്കുലിറ്റിക്ക് വരുമ്പോൾ കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണിത്. എങ്ങനെയാണ് ഒരു സൊസൈറ്റിയിൽ, ഒരു പേട്രിയാർക്കി ഉള്ള ഒരു സൊസൈറ്റിയിൽ ഈ ഒരു കോൺസെപ്റ്റ് പ്രാവർത്തികമാക്കുന്നത് എന്നാണ് പറയാനായിട്ട് പറ്റുന്നത്. ഇവിടെ സ്ത്രീകളുടെ ഒപ്പീനിയൻ, ബാക്കി സബോർഡിനേറ്റ് ആയിട്ടുള്ള പുരുഷന്മാരുടെ ഒപ്പീനിയൻ, പിന്നെ ക്യൂർ ഗ്രൂപ്പിൻ്റെ ഒപ്പീനിയൻ ഒന്നും ഇവിടെ അങ്ങനെ വലിയ രീതിയിൽ വിലക്കെടുക്കാനായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റാറില്ല. അപ്പോൾ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് വഴിയാണ് ഈ പറയുന്നൊരു പേട്രിയാർക്കൽ മാസ്കുലിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നിലനിന്ന് പോകുന്നത്. കുട്ടികളെ ആണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക, അവരെ ആൺകുട്ടികൾക്ക് സഹതാപം, വിഷമം ഇതൊന്നും അല്ല വേണ്ടത്, നീ കുറച്ച് സ്ട്രോങ് ആണോ, നീ ഭയങ്കര ഡോമിനൻ്റ് ആണോ എന്ന് ടീച്ച് ചെയ്യുക. അവർക്ക് ഒരുമിച്ച് നമുക്കെല്ലാം ചെയ്യാം, കൊളാബറേഷനെക്കാട്ടും കൂടുതൽ കോമ്പറ്റീഷൻ മൈൻഡ് വേണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുക. അതേപോലെ തന്നെ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെയാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതിന് പകരം അല്ല, സൊസൈറ്റിയിലെ പുരുഷന്മാരാണ് മുമ്പിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുക. അതായത് കൺട്രോൾ ഓവർ ഇക്വാലിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻജെക്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് പേട്രിയാർക്കൽ മാസ്കുലിറ്റിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയാനായിട്ട് പറ്റുന്നത്. പുരുഷന്മാരാണ് സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ഗൃഹനാഥൻ, മെൻ ഓഫ് ദി ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഹൗസ് ഹോൾഡായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അവരാണ് എല്ലാ ഡിസിഷൻസും എടുക്കുന്നത്. കുട്ടികളുടെ അച്ഛനോട് ചോദിച്ചിട്ട് പറയാം, അല്ലെങ്കിൽ ഞാൻ അച്ഛനോട് ചോദിച്ചിട്ട് പറയാം, ഭർത്താവിനോട് ചോദിച്ചിട്ട് പറയാം. എല്ലാം ഒരു മെയിൽ ആളുടെ കീഴിലാണ് നമ്മളെല്ലാം കൊണ്ട് സമർപ്പിക്കുന്നത്. അവരെന്ത് പറയുന്നോ അതിനനുസരിച്ചാണ് ബാക്കിയുള്ളവർ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു പേട്രിയാർക്കൽ മാസ്കുലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, പെർപ്പച്വേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പേട്രിയാർക്കൽ മാസ്കുലിൻ ആയിട്ടുള്ള ആൾക്കാർ മാത്രമല്ല സ്ത്രീകളും കൂടെ ചേർന്നിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും.
മൂന്നാമത്തെ ഫോം ഓഫ് മാസ്കുലിനിറ്റി ആണ് ട്രാൻസ്ഫോർമേറ്റീവ് മാസ്കുലിനിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദി ഫോം ഓഫ് മാസ്കുലിനിറ്റീസ് ദാറ്റ് ചാലഞ്ച് ആൻഡ് സീക്ക് ടു ചേഞ്ച് ട്രഡീഷണൽ ഹാർംഫുൾ ജെൻഡർ നോംസ് ആൻഡ് പവർ സ്ട്രക്ചേഴ്സ്. അതായത് ഈ പറഞ്ഞ രണ്ട് മാസ്കുലിനിറ്റി ഉണ്ടല്ലോ, ഇതിനൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് കൺട്രോൾ ഓവർ ഇക്വാളിറ്റി അല്ല വേണ്ടത്, ഇക്വാളിറ്റി ഓവർ കൺട്രോൾ ആണ് വേണ്ടത്. അതേപോലെ നമുക്ക് കോമ്പറ്റീഷൻ ഓവർ കൊളാബറേഷൻ അല്ല വേണ്ടത്, കൊളാബറേഷൻ ഓവർ കോമ്പറ്റീഷൻ ആണ് വേണ്ടത്. അതേപോലെ തന്നെ ഡോമിനൻസ് ഓവർ എംപതി അല്ല വേണ്ടത്, എംപതി ഓവർ ഡോമിനൻസ് ആണ് വേണ്ടത് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ് ട്രാൻസ്ഫോർമേറ്റീവ് മാസ്കുലിനിറ്റി എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇക്വാളിറ്റി, എംപതി, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരു ഫോം ഓഫ് മാസ്കുലിനിറ്റിയാണ് ട്രാൻസ്ഫോർമേറ്റീവ് മാസ്കുലിനിറ്റി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇത് കൂടുതലായിട്ട് നമുക്ക് ചെറിയ ചെറിയ സൊസൈറ്റീസിലൊക്കെ കാണാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ മെയിൻ സൊസൈറ്റിയിൽ തന്നെ ചെറിയ ചെറിയ ഭാഗങ്ങളിലായിട്ട് കാണാനായിട്ടേ പറ്റുള്ളൂ. കൂടുതലും ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത് പേട്രിയാർക്കൽ മാസ്കുലിനിറ്റി തന്നെയാണ് എന്നാണ് നമുക്ക് സ്റ്റഡീസ് നിന്ന് മനസ്സിലാവുന്നത്. അതേപോലെ തന്നെ ട്രാൻസ്ഫോർമേറ്റീവ് മാസ്കുലിനിറ്റീസ് ആക്റ്റീവ്ലി ഓപ്പോസ് പേട്രിയാർക്കൽ നോംസ് ദാറ്റ് പ്രയോറിറ്റൈസ് മെയിൽ ഡോമിനൻസ് ഓവർ വുമൻ ആൻഡ് അതർ മെൻ. അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മേളിലുള്ള മെയിൽ ഡോമിനൻസ്, അതിനെ മൊത്തത്തിലായിട്ട് ഇവർ ഓപ്പോസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ട്രാൻസ്ഫോർമേറ്റീവ് മാസ്കുലിനിറ്റീസ്. അങ്ങനെ ഒരു കാര്യം വേണ്ട, എല്ലാവരെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാണ് ഇവർ പറയുന്നത്. അതേപോലെ തന്നെ ഇക്വാളിറ്റി, മ്യൂച്വൽ റെസ്പെക്റ്റ്, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കൺസേൺ, അങ്ങനെ അല്ലെങ്കിൽ എല്ലാവരും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം, ഇതുപോലത്തെ കോൺസെപ്റ്റ്സിനൊക്കെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഫോം ഓഫ് മാസ്കുലിനിറ്റി ആണ് ട്രാൻസ്ഫോർമേറ്റീവ് മാസ്കുലിനിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ ഡോമിനേഷൻ ഉണ്ടാവാൻ പാടില്ല, അത് മാത്രമല്ല ഇവർ ചെയ്യുന്നത്. അതേപോലെ തന്നെ എല്ലാ പുരുഷന്മാർക്കും ഇമോഷൻസ് ഉണ്ട്, അവർക്കും കരയണം, ദേഷ്യം വരുമ്പോൾ ദേഷ്യപ്പെടണം, സന്തോഷം വരുമ്പോൾ സന്തോഷിക്കണം, അങ്ങനെ അവർക്ക് എംപതൈസ് ചെയ്യണം തോന്നുമ്പോൾ എംപതൈസ് ചെയ്യണം. അപ്പോൾ എല്ലാ രീതിയിലും അവരുടെ ഇമോഷൻസ് കൺവേ ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു തരുന്നതാണ് ഈ മാസ്കുലിനിറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവർ സ്ത്രീകളുടെ എംപവർമെന്റിന് സപ്പോർട്ട് ചെയ്യാറുണ്ട്. പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഇവർ പ്രവർത്തിക്കുന്നത്, സ്ത്രീകളുടെ എംപവർമെന്റിന് വേണ്ടിയിട്ടും. അതേപോലെ തന്നെ എല്ലാവർക്കും എല്ലാ ഫോം ഓഫ് വർക്ക് പ്ലേസ് ആയിക്കോട്ടെ, വീടുകളിലായിക്കോട്ടെ, ഹൗസ് ഹോൾഡ് ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും ഇക്വാളിറ്റി ഉണ്ടാവണം, ഈക്വൽ ആയിട്ടായിരിക്കണം എല്ലാ റിസോഴ്സസും ഡിസ്ട്രിബ്യൂട്ട് ആവുക. ഇതൊക്കെ പറയുന്നൊരു മാസ്കുലിനിറ്റി ആണ് നമുക്ക് ട്രാൻസ്ഫോർമേറ്റീവ് മാസ്കുലിനിറ്റി എന്ന് പറയാനായിട്ട് പറ്റുന്നത്. അതിൽ തന്നെ ലാസ്റ്റ് പറയുന്നൊരു പോയിന്റ് ആണ് ദി ചാലഞ്ച് ദി ട്രഡീഷണൽ ഡിവിഷൻ ഓഫ് ലേബർ. അവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഡിവിഷൻ ഓഫ് ലേബർ പണ്ടത്തെ വീടുകളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ്, പുരുഷന്മാർ പുറത്തുപോയി ജോലി ചെയ്യും, സ്ത്രീകൾ വീട്ടിലെ ജോലി ചെയ്യും, പുരുഷന്മാർക്ക് പേയ്മെന്റ് കിട്ടും, സ്ത്രീകൾ അൺപെയ്ഡ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ കോൺസെപ്റ്റ്സിനൊക്കെ ഉള്ള മാറ്റം, അല്ലെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ ട്രാൻസ്ഫോർമേറ്റീവ് മാസ്കുലിനിറ്റി എന്ന് പറയാനായിട്ട് പറ്റുന്നത്. ഇനി പറയുന്നതാണ് മാസ്കുലിനിറ്റി ആൻഡ് ദി എക്സസൈസ് ഓഫ് പവർ എന്ന് പറയുന്നത്. രണ്ടും ഭയങ്കര ഡീപ്ലി കണക്റ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. നമുക്കറിയാം മാസ്കുലിൻ ആയിട്ടുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന ഹെജമനിക് മാസ്കുലിനിറ്റി, പേട്രിയാർക്കൽ മാസ്കുലിനിറ്റി ഉള്ള ഒരാൾക്ക് അധികാരം ഭയങ്കര കൂടുതൽ തന്നെയായിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഡോമിനൻസ് ആയിക്കോട്ടെ, അതോറിറ്റി ആയിക്കോട്ടെ, കൺട്രോൾ ആയിക്കോട്ടെ, ഇത് മൂന്നും അവരുടെ കയ്യിൽ കൂടുതൽ ഉണ്ടാവുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ദ വേ മാസ്കുലിനിറ്റി ഈസ് പ്രാക്ടിസ്ഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ഇൻഫ്ലുവൻസസ് ഹൗ പവർ ഇസ് വീൽഡഡ് ഇൻ സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് ഇന്റർപേഴ്സണൽ കോണ്ടെക്സ്റ്റ്. എല്ലാ തരത്തിലുള്ള ഫീൽഡിലും, സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ, പിന്നെന്താ ഇന്റർപേഴ്സണൽ ആയിട്ടുള്ള കോണ്ടെക്സ്റ്റിലായിക്കോട്ടെ, മാസ്കുലിനിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നത് പവറിന്റെ രൂപത്തിലും അല്ലെങ്കിൽ അധികാരത്തിന്റെ രൂപത്തിലൊക്കെ ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഹെജമനിക് മാസ്കുലിനിറ്റിയുടെ ഒരു സെൻട്രൽ ആയിട്ടുള്ള ഒരു തീമാണ് പവർ എന്ന് പറയുന്നത് തന്നെ. അവർക്ക് ബാക്കിയുള്ള എല്ലാ മനുഷ്യന്മാരും ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ എന്ന് പറയാൻ കാരണം സ്ത്രീകൾ മാത്രമല്ല, സബോർഡിനേറ്റ് ആയിട്ടുള്ള മെയിലിന്റെ മേലിലും ഈ ഹെജമനിക് മാസ്കുലിനിറ്റി എക്സസൈസ് ചെയ്യുന്നവർക്ക് പവർ ഉണ്ട്. അതായത് അവർക്ക് സ്ട്രെങ്ത് ഉണ്ട്, അവർ അസേർട്ടീവ് ആണ്, അവർക്ക് കോമ്പറ്റീറ്റീവ് മൈൻഡ് ആയിരിക്കും, അവർക്ക് ഈ പറഞ്ഞിട്ട് കരച്ചിലൊന്നും അവർ എക്സ്പ്രസ് ചെയ്യത്തില്ല, എപ്പോഴും ദേഷ്യം, അവർ ടഫ് ആയിട്ടുള്ളൊരു രീതിയിലായിരിക്കും അവർ എപ്പോഴും ബിഹേവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പം അതിൻ്റെയൊക്കെ പേരിൽ തന്നെ അവർക്ക് പവർ ഉണ്ടാവും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. മാസ്കുലിനിറ്റി ഓഫൻ ലെജിറ്റിമൈസസ് കൺട്രോൾ ഇൻ റിലേഷൻഷിപ്സ്, റീഇൻഫോഴ്സിംഗ് മെൻസ് അതോറിറ്റി ഓവർ വിമൻ ആൻഡ് ചിൽഡ്രൻ. അച്ഛൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിച്ചിരിക്കുന്ന വീട്ടുകാരുണ്ടായിരിക്കും, അമ്മ പേടിക്കും, കുട്ടികൾ പേടിക്കും. അതൊക്കെ അച്ഛനാണ് വീട്ടിലെ ആള് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അമ്മയും അച്ഛനും ഒരുപോലാണെന്ന് പറഞ്ഞതിനെക്കാട്ടും അച്ഛനാണോ അമ്മയാണോ പേടിയെന്ന് ചോദിച്ചാൽ അച്ഛനാണ് പേടി എന്ന് പറയുന്ന കുട്ടികളുടെ അടുത്ത് നിന്ന് ചോദിച്ചാൽ ഈ പറയുന്ന കോൺസെപ്റ്റ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. Power is exercised through cultural representations that elevate masculinity as dominant and superior. അതായത് നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിയാൽ നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എപ്പോഴും ഹീറോ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ടഫായിട്ടുള്ള റോളായിരിക്കും. അല്ലെങ്കിൽ ഹീറോ ആണ് നമ്മളിപ്പോൾ ഒരു ബുക്കിൽ നോക്കുമ്പോഴത്തേക്കും
ഇപ്പോൾ ഒരു പോലീസ് ആയിക്കോട്ടെ, ഒരു പട്ടാളത്തിലുള്ള മിലിറ്ററി ആയിക്കോട്ടെ, അവരെയൊക്കെ ഹീറോ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു പുരുഷനെയാണ്. അതായത് അവരുടെ കയ്യിൽ പവർ ഉണ്ടെന്നുള്ളത് കുഞ്ഞിലേ തൊട്ട് നമ്മളുടെ മൈൻഡിൽ ഇൻഫോഴ്സ് ആയിപ്പെട്ട് കിടക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞു വരുന്നതും. അതായത് മീഡിയ ഗ്ലോറിഫൈസ് ടഫ് മെയിൽ ഹീറോസ് perpetuating the idea that men are natural protectors and leaders. പുരുഷന്മാരാണ് നാച്ചുറലി എല്ലാവരെയും സൊസൈറ്റിയിൽ എപ്പോഴും പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ലീഡേഴ്സ് അവർ ഒരുപാട് ചെയ്യാറുണ്ട്, പക്ഷെ അവർ മാത്രമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വരുമ്പോഴാണ് നമ്മൾ ഇതിനെ ഡിബേറ്റും കോൺട്രവേഴ്സീസും ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു പേട്രിയാർക്കൽ മാസ്കുലിനിറ്റി എന്ന് പറയുന്ന ഒരു സിസ്റ്റം കംപ്ലീറ്റ്ലി ബേസ് ചെയ്തിട്ടുള്ളത് പവർ ഓവർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റത്തിനാണ്. ഓവർ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ദ സിസ്റ്റം റെഫേഴ്സ് ടു ദി എബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ്, groups or institutions to shape, control or dominate societal structures, norms and rules to maintain or reinforce their dominance. അതായത് ഈ ഒരു സിസ്റ്റത്തിനുള്ളിൽ ഒരാളുടെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ തന്നെ മൊത്തത്തിലെ സ്ട്രക്ചറും നോംസും റൂൾസും ഒക്കെ കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ അതിനെ ഷേപ്പ് ചെയ്യാനും ഒക്കെ കഴിവുള്ള ആൾക്കാരുള്ള അല്ലെങ്കിൽ ഗ്രൂപ്പ്സുകളുള്ള സിസ്റ്റത്തിനാണ് നമ്മൾ ഓവർ സിസ്റ്റം എന്ന് പറയാനായിട്ട് പറ്റുന്നത്. പേട്രിയാർക്കൽ മാസ്കുലിനിറ്റിയിലുള്ളത് ഈ ഒരു ഓവർ സിസ്റ്റത്തിലുള്ള ആൾക്കാരാണ് എന്നാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അതേപോലെ ഈ ഒരു ഓവർ സിസ്റ്റം ലാക്ക് ചെയ്യുന്ന ആൾക്കാർ, പുരുഷന്മാരെ സബോർഡിനേറ്റ് ആയിട്ടാണ് സൊസൈറ്റി കാണപ്പെടുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന പോലെ സോ കോൾഡ് പവർ ഉണ്ടാവില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി പറയുന്ന കോൺസെപ്റ്റ് ആണ് മാസ്കുലിനിറ്റി ആസ് ഹോമോഫോബിയ. ഹോമോഫോബിയ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഇസ് എ ഫിയർ ഓഫ് ഹോമോസെക്ഷുവാലിറ്റി. ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഗേ ആണോ, ലെസ്ബിയൻ ആണോ, അല്ലെങ്കിൽ ഒരു ഇത് നമ്മളിപ്പോൾ സ്വന്തം ജെൻഡറിനോട് തന്നെയാണോ നമുക്ക് അട്രാക്ഷൻ ഉള്ളത്, അല്ലെങ്കിൽ നമ്മളിപ്പം ഹെട്രോസെക്ഷൽ അല്ലേ എന്നൊരു പേടി, അതിനാണ് ഹോമോഫോബിയ എന്ന് പറയുന്നത്. മാസ്കുലിനിറ്റി ആസ് ഹോമോഫോബിയ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് എ കോൺസെപ്റ്റ് ദാറ്റ് ഹൈലൈറ്റ്സ് ദി വേസ് ഇൻ വിച്ച് ട്രഡീഷണൽ hegemonic forms of masculinity are closely tied to the rejection and fear of anything perceived as feminine or gay. പുരുഷന്മാരെ നമ്മൾ നോക്കിയാൽ കാണാം, ചിലർക്കൊരു ഫെമിനിൻ ടച്ച് ആയിരിക്കും, അവരുടെ സംസാരം ആയിക്കോട്ടെ, അവരുടെ നടത്തം ആയിക്കോട്ടെ. ഒരു നന്നായിട്ട് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ പറയാം. ഒരു ക്ലാസിക്കൽ ഡാൻസർ, ഭരതനാട്യം കളിക്കുന്ന ഒരാൾ, സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ടും അവർ ഡാൻസ് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ ഫെമിനിൻ വശം അത് അങ്ങനെ പൊയ്ക്കോളും. പുരുഷന്മാർ ക്ലാസിക്കൽ ഡാൻസ് കളിക്കുമ്പോഴത്തേക്കും ഫെമിനിൻ ടച്ച് വരാതെ ഡാൻസ് ചെയ്യാനുള്ള കഴിവുള്ളവരുണ്ട്, അത് വന്നു പോകുന്നവരുണ്ട്, ആ ഒരു ഫെമിനൻ വേ ഓഫ് ഡാൻസിങ് വന്നു പോകുന്നവരുണ്ട്. അവരെ സൊസൈറ്റി ഗേ ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അവർക്ക് മാസ്കുലിനിറ്റി കുറവാണെന്ന് കൺസിഡർ ചെയ്യാറുണ്ട്. എപ്പോഴും സൊസൈറ്റി ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യും, ആണ് തന്നെയാണോ എന്നുള്ള രീതിക്ക്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യുന്നത് പേടിച്ചിട്ട് തന്നെ ഒരുപാട് ആൺകുട്ടികൾ ചെറിയ പ്രായത്തിൽ പഠിച്ചു തുടങ്ങിയിട്ട് ഒരു പ്രായത്തുമ്പോഴത്തേക്കും ഡാൻസ് ക്ലാസ്സിൽ നിന്ന് മാറുന്നവരുണ്ട്. ഞാനൊരു ആൺകുട്ടിയല്ലേ, ഞാൻ എങ്ങനെ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്നത്, ഇതൊക്കെ പെൺകുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ, ഞാൻ നടക്കുമ്പോൾ പെൺകുട്ടികളുടെ വശം വരുന്നുണ്ട് എന്നൊക്കെ. അതിനാണ് ഫിയർ ഓഫ് ഹോമോഫോബിയ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ മാസ്കുലിനിറ്റി ആസ് ഹോമോഫോബിയയിൽ ഉദ്ദേശിക്കുന്നത്. It is frequently used to reinforce these ideals. Men who fail to conform to these norms, especially those who are perceived as soft, weak or feminine, may be labeled as gay or inefficient. അതായത് അവർക്ക് ഈ പറയുന്ന ഒരു സോ കോൾഡ് റൂൾസിനുള്ളിൽ അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് മെന്നിൻ്റെ ആയിട്ടുള്ള പല പല ക്വാളിറ്റീസും ആട്രിബ്യൂട്ട്സ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവരെ സൊസൈറ്റി ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു പെൺകുട്ടിയായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഗേ ആയിട്ടൊക്കെ ആയിരിക്കും ട്രീറ്റ് ചെയ്യുക. അപ്പോൾ അവർക്കൊരു പുരുഷൻ എന്നുള്ളൊരു പരിഗണന അവർക്ക് ഉണ്ടായിന്ന് വരത്തില്ല. Homophobia is not just about being gay, it is also about reinforcing the boundaries of what is seen as acceptable masculinity. സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യുന്നൊരു മാസ്കുലിനിറ്റി ഉണ്ട്, അതേപോലെ തന്നെ ഫെമിനിറ്റി ഉണ്ട്. പെൺകുട്ടികളായാലും ഇങ്ങനെ നടക്കണം, അതിലിപ്പോൾ ഒരുപാട് തർക്കങ്ങൾ വന്നു, ഒരുപാട് ഇഷ്യൂസ് വന്നു, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒത്തിരി ചേഞ്ചസ് വന്നു. പക്ഷെ പുരുഷന്മാരെ ഇപ്പോഴും അങ്ങനെ കൺസിഡർ ചെയ്യാനായിട്ട് സൊസൈറ്റിക്ക് പറ്റിയിട്ടില്ല. പുരുഷന്മാരെന്ന് പറയുമ്പോൾ എന്താ, അവരിങ്ങനെയൊക്കെയാണ് നടക്കേണ്ടത്. അവർ നാളെ ഇറങ്ങി ഇപ്പം തന്നെ സൊസൈറ്റിക്ക് മൂക്കുത്തി ഇട്ട് കിടക്കുന്ന അല്ലെങ്കിൽ കമ്മലിട്ട് കിടക്കുന്ന ഇവനെന്താ പെൺകുട്ടിയാണോ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ ഇതിനാണ് ഹോമോഫോബിയ എന്ന് പറയുന്നത്. ഈ ഒരു ഫിയറിനെയാണ് ഹോമോഫോബിയ. മെൻ ഹു ആർ സീൻ ആസ് എംബോഡിഫൈങ് ഫെമിനൈൻ ട്രീറ്റ്സ് വെദർ ഇൻ ദർ മാനറിസംസ്, ഇമോഷൻസ് ഓർ സെക്ഷൽ പ്രിഫറൻസസ് മേ ബി പെർസീവ്ഡ് ആസ് ലെസർ ഓർ ഡീവിയൻറ്റ്. അവർക്കിപ്പോൾ ഒരു വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സ്ത്രീകളാണ് സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യുന്നത് കൂടുതലായിട്ടും കാണാനായിട്ട് പറ്റുന്നത്. പക്ഷേ സ്കിൻ കെയർ റൂട്ടീൻ എന്നാണ് അതിൻ്റെ പേര്, മേക്കപ്പ് എന്ന് പോലും അല്ല.
മേക്കപ്പ് ആണെങ്കിലും വിഷയമുണ്ടെന്നല്ല, പക്ഷേ സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുമ്പോൾ എല്ലാവരും സ്കിന്നിന് വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ്. അത് പുരുഷന്മാർ ചെയ്താൽ പോലും നമ്മൾ ഇൻസ്റ്റഗ്രാം നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം അതിൻ്റെ കീഴിൽ കമൻസ് വരുന്നത്, നീ എന്താ പെണ്ണാണോ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ അതിനാണ് ആൾക്കാർക്ക് പേടി, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് പേടി, ഫിയർ ഓഫ് ബീങ് ലേബിൾഡ് ആസ് ഗേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മാസ്കുലിൻ റോൾസിനുള്ളിൽ ഫിറ്റ് ആവാത്ത ആൾക്കാർ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ മറ്റു ആൾക്കാർ അല്ലെങ്കിൽ മറ്റ് ഡോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാർജിനലൈസ് ചെയ്യും, ബുള്ളി ചെയ്യും, എല്ലാം ചെയ്യാറുണ്ട്. അവരെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ എല്ലാ രീതിയിലും ഉപദ്രവിക്കാറായിട്ട് ശ്രമിക്കാറുണ്ട്. അങ്ങനെ തന്നെ ആത്മഹത്യയായിട്ടുള്ള കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പല ആൾക്കാർക്കും ജനറ്റിക്കലി ഈ പറഞ്ഞൊരു പൗരുഷം കുറവായിരിക്കും. ചിലപ്പോൾ അവർ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ഇങ്ങനെ ബുള്ളിങ് ഫേസ് ചെയ്യുമ്പോഴത്തേക്കും അവരെ തന്നെ മാൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ ടൂളാണ് വയലൻസ് എന്ന് പറയുന്നത്. എല്ലാ പുരുഷന്മാരും ദേഷ്യമുള്ള ആൾക്കാരാണ്, എല്ലാ പുരുഷന്മാരും ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന ആൾക്കാരാണ്, ഞാനും ഇങ്ങനെ തന്നെ ബിഹേവ് ചെയ്യാം, അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും ഞാനൊരു ആണാണെന്നുള്ളത്. അങ്ങനെ വയലൻസ് ടൂളായിട്ട് യൂസ് ചെയ്തിട്ട്, കോപ്പിംഗ് മെക്കാനിസമായിട്ട് യൂസ് ചെയ്തിട്ട് അത് സ്ത്രീകൾക്കെതിരെ മറ്റു പുരുഷന്മാർക്കെതിരെ യൂസ് ചെയ്യുന്ന ആണുങ്ങളുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. മെൻ സംടൈംസ് യൂസ് വയലൻസ് ആസ് എ മീൻസ് ടു അവോയ്ഡ് ബീങ് പെർസീവ്ഡ് ആസ് വൾണറബിൾ, ഫെമിനൈൻ ഓർ ഗേ. സൊസൈറ്റിയുടെ പ്രഷർ കാരണം, അല്ലെങ്കിൽ പറയുന്ന സോ കോൾഡ് ക്വാളിറ്റീസ്, ആട്രിബ്യൂട്ട്സ് ഒന്നും പുരുഷന്മാർക്ക് ഇല്ല എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സൊസൈറ്റി ഭയങ്കരമായിട്ട് പ്രഷറൈസ് ചെയ്യുമ്പോഴത്തേക്കും അവരെ തന്നെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വയലൻസ് എന്ന് പറയുന്ന ടൂള് എടുക്കുന്നത് എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. വാട്ട് ആർ ദ കീ വേസ് ഇൻ വിച്ച് മെൻ യൂസ് വയലൻസ് ടു അവോയ്ഡ് ഹോമോഫീബിയ? ഈ ഒരു കോൺസെപ്റ്റ് പ്രിവെന്റ് ചെയ്യാനായിട്ട് അവർ ചെയ്യുന്നത് എന്താണ്? അതായത് ഞാനൊരു ഗേ ആണ്, അല്ലെങ്കിൽ ഞാനൊരു പൗരുഷമില്ലാത്തവനാണ് എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഒരു പുരുഷൻ ചെയ്യാറുള്ളത്? ഒന്നീ പറയുന്ന പോലെ വയലൻസ് എന്ന് പറയുന്നൊരു ടൂള് കോപ്പിംഗ് മെക്കാനിസം ആയിട്ട് എടുത്തിട്ട് ബാക്കിയുള്ളവർക്കെതിരെ അത് യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. ഇൻ മെനി സോഷ്യൽ സെറ്റിംഗ്സ്, എസ്പെഷ്യലി അമംഗ് യങ്ങർ മെൻ ഓർ വിത്ത് ഹൈപ്പർ മാസ്കുലിൻ കൾച്ചേഴ്സ്, ഫൈറ്റിംഗ്, ഫിസിക്കൽ അഗ്രഷൻ അല്ലെങ്കിൽ ഫൈറ്റിംഗ് ആണ് ഈ പറയുന്ന മാസ്കുലിനിറ്റി പ്രൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ വയലൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പോർട്സിലേക്ക് ഇറങ്ങുക, ഗുസ്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ കളരി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ബോക്സിംഗ് ആയിക്കോട്ടെ, പുരുഷനാണെന്ന് പ്രൂവ് ചെയ്യാൻ അവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു അഗ്രസീവ് നേച്ചർ കൊണ്ടുവരാനായിട്ട് മനഃപൂർവ്വം കോൺഷ്യസ്ലി ശ്രമിച്ച് വയലൻസ് കൊണ്ടുവരാൻ നോക്കുക. ആൻഡ് മാസ്കുലിനിറ്റി ഇസ് ടൈഡ് ടു സെക്ഷൽ ഡോമിനൻസ് ഓഫ് വുമൻ. Men might use violence to assert their heterosexual identity in environments where their sexuality could be questioned. അതായത് ഇവിടെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെട്രോസെക്ഷുവാലിറ്റി ആണ് നമ്മൾ നോർമലി ആക്സെപ്റ്റ് ചെയ്യുന്നൊരു നോം എന്ന് പറയുന്നത്. നമ്മൾ കല്യാണം ആലോചിക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ ആലോചിക്കുള്ളൂ, ഒരു പുരുഷന് ഒരു സ്ത്രീക്ക് ആലോചിക്കുള്ളൂ. അത് നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാവരും നമ്മൾ നോർമലായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ സ്ത്രീകൾക്ക് മുകളിലൊരു സെക്ഷൽ ഡോമിനൻസ് കൊണ്ടുവരാനായിട്ട് അവർ നോക്കും. അതായത് ചെറിയ രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലേർട്ട് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ വേണം എന്ന് വിചാരിച്ച ഒരാളെ സ്നേഹിക്കാൻ നോക്കുക. എന്നിട്ട് പുരുഷന്മാരെന്താണോ ചെയ്യുന്നത് പിയർ ഗ്രൂപ്പിനടുത്ത് തന്നെ സംസാരിക്കുക. അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കും, എടാ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, അങ്ങനെയൊക്കെ ചെയ്താൽ മതി. നമ്മൾ സിനിമകളിൽ കാണാറുള്ള കാര്യം, അതായത് ആണത്തം തെളിയിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണോ ചെയ്യുക അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. എങ്ങനെയാണ് ഈ ഒരു പറയുന്ന ഹോമോഫോബിയയുടെ ഫിയർ മാറ്റാൻ വേണ്ടിയിട്ട് പുരുഷന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത് പറയുന്ന കോൺസെപ്റ്റ് ആണ് പ്രൊഡക്ഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് മാസ്കുലിനിറ്റി. ഇവിടെ പറയുന്നത് എങ്ങനെയാണ് മാസ്കുലിനിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പിന്നെയും സൊസൈറ്റിയിൽ പ്രൊഡ്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഫാമിലി ആൻഡ് ദി പ്രൊഡക്ഷൻ ഓഫ് മാസ്കുലിനിറ്റി. ഫാമിലിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് മാസ്കുലിനിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പ്ലേ ചെയ്യാനായിട്ട് ഉള്ള ഏറ്റവും വലിയ ഏജന്റ് എന്ന് പറയുന്നത്. പ്രൈമറി ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇതുവഴിയാണ് ജെൻഡർ നോംസും എക്സ്പെക്ടേഷൻസും പെർസ്പെക്റ്റീവ്സും ആട്രിബ്യൂട്ട്സും ഒക്കെ സൊസൈറ്റിയിൽ റീഇൻഫോഴ്സ് ആവുന്നത്, കുട്ടികളുടെ മേളിൽ റീഇൻഫോഴ്സ് ആവുന്നത്. മോസ്റ്റ് ഓഫ് ദി സൊസൈറ്റീസ് ആർ പേട്രിയാർക്കൽ. നമ്മൾ കണ്ടിട്ടുണ്ട് സൊസൈറ്റിയിൽ കുട്ടികൾ, പെൺകുട്ടിയോ ആൺകുട്ടിയോ ഉണ്ടെങ്കിൽ പെൺകുട്ടിയെടുത്ത് വീട്ടിൽ ജോലി ചെയ്യാൻ പറയും, ആൺകുട്ടിയെടുത്ത് പുറത്ത് പോയി കളിക്കാൻ പറയും, അല്ലെങ്കിൽ ആൺകുട്ടിയെടുത്ത് അച്ഛൻ്റെ കൂടെ പോയിട്ട് എന്തെങ്കിലും അച്ഛൻ പുറത്ത് പോയാണ് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് കൂടെ പോയി ചെയ്യാനായിട്ട് പറയും. അങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ പേട്രിയാർക്കലാണ് മിക്ക സൊസൈറ്റിയും. പിന്നെ സ്ത്രീകൾ എന്ന് പറയുമ്പോഴാണ് സൊസൈറ്റിയിൽ എപ്പോഴും പ്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത്. അതായത് ഒരു ഫാമിലിയിൽ സ്ത്രീകളെ ആണല്ലോ കൂടുതൽ മിസ്യൂസ് ചെയ്യാനായിട്ട് ചാൻസ് ഉള്ളതും മിസ്യൂസ് ചെയ്യാനായിട്ട് സൊസൈറ്റി ശ്രമിക്കുന്നതും. അപ്പം അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഫാമിലിയുടെ ഓണർ നിലനിർത്താൻ വേണ്ടിയിട്ട് പുരുഷന്മാരാണ് എപ്പോഴും ഫാമിലിക്ക് മുന്നിൽ ഡോമിനൻസ് എടുക്കുന്നത്. അതായത് എന്താണ്, മോളെ 18 വയസ്സ് കഴിയുമ്പോൾ കെട്ടിച്ച് വിടണം, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമൊന്നും ഉണ്ടാവാൻ പാടില്ല, ഞങ്ങൾ കണ്ടുപിടിക്കുന്ന ആളെ നീ കല്യാണം കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നാണക്കേടാണ്, നീ ഒളിച്ചോടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്
ഞങ്ങൾ നിന്റെ കല്യാണം നേരത്തെ നടത്തുന്നു. അങ്ങനെ എല്ലാ രീതിയിലും പുരുഷന്മാരാണ് സ്ത്രീകൾക്ക് മുകളിൽ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയുടെ പ്യൂരിറ്റി ഓണർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, പെൺകുട്ടികൾ പ്യൂരിറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, അവർ സീക്രട്ട് ആയിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട്, ഈ പറയുന്നൊരു ഓണർ നിലനിർത്താൻ വേണ്ടിയിട്ട് പുരുഷന്മാർ മിക്കവാറും ഡോമിനൻ്റ് ആവാറുണ്ട് എന്നാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. വിമൻ സെക്ഷുവാലിറ്റി ആൻഡ് ഓണർ ഇസ് അസോസിയേറ്റഡ് വിത്ത് മാൻസ് ഓണർ. അതാണ് ഒറ്റ സെന്റൻസിൽ പറഞ്ഞുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ഒരു കല്യാണ ആലോചന ഒന്നും സ്വന്തമായിട്ട് ഇനി വേറെ ആളുടെ കൂടെ ജീവിക്കാൻ പോകുന്നത് അതൊരു പുരുഷൻ്റെ കൂടെ, അപ്പം അയാൾ ആരായിരിക്കണം, എന്തായിരിക്കണം എന്ന് പോലും ചൂസ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും കൊടുക്കാതെ പുരുഷന്മാരെല്ലാം തീരുമാനിക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. അവരെന്ത് തീരുമാനിക്കുന്നോ അതിനപ്പുറത്തേക്കൊന്നും പോകാൻ പാടില്ല എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ് ഇതിൽ പറയുന്നത്. അടുത്ത് പറഞ്ഞ നാഷണലിസം ആൻഡ് മാസ്കുലിനിറ്റി. ഇതും വളരെ ഇന്റർട്വൈൻഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഇവിടെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാഷണലിസ്റ്റിക് മൂവ്മെന്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും അവിടെ കൂടുതലും നമുക്കറിയാം ഒരുപാട് സ്ത്രീകളുണ്ട് നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് ആയിട്ട് മൂവ്മെന്റ്സിനൊക്കെ വേണ്ടിയിട്ട് നിന്നിട്ടുള്ളവർ. പക്ഷെ കൂടുതലും പുരുഷന്മാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. അത് മാത്രമല്ല ഒരു നേഷൻ ബിൽഡിങ്ങിന്റെ കാര്യത്തിലായാലും ലോസിന്റെ കാര്യത്തിലാണെങ്കിലും അതേപോലെ മറ്റ് പല പല കാര്യങ്ങളിലാണെങ്കിലും ഇപ്പോൾ ഒരു നാഷണലിസ്റ്റ് അജണ്ടാസ് ആയിക്കോട്ടെ അതിനെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യുക, ഇതൊക്കെ ഒരു മാസ്കുലിനിറ്റിയുടെ ബേസിസിൽ വരുന്ന ഐഡിയാസ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. Nationalism often relies on a vision of a strong, unified nation, and masculinity is frequently invoked to symbolize the strength, power and protection of the nation. പുരുഷന്മാരാണ് കൂടുതലും നേഷന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ കരുതപ്പെടുന്നത്. ഒരു വേറെ എക്സാമ്പിൾ പറഞ്ഞാലും മിലിറ്ററിയിൽ നോക്കിയാലും പുരുഷന്മാരാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഗുഞ്ചൻ സക്സീന എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അപ്പോൾ അതിനകത്ത് ഹിന്ദി പടം, അപ്പോൾ അതിനകത്ത് ഇതുപോലെ അതിനകത്ത് ആക്ട്രസ് ജാൻവി കപൂർ ഇതേപോലെ മിലിറ്ററിയിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും എന്താന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ല, പക്ഷെ പുള്ളിക്കാരി ചെറിയ രീതിയിൽ ബുള്ളിങ് അല്ല, പക്ഷെ ഒരു പെൺകുട്ടിയാണോ വന്നിരിക്കുന്നത്, എന്താ ചെയ്യാൻ പോകുന്നത്, അങ്ങനത്തെ രീതിയിൽ. അപ്പോൾ പുരുഷന്മാരാണ് എപ്പോഴും പ്രൊട്ടക്ടേഴ്സ് ആയിട്ട് നേഷൻ ആയിക്കോട്ടെ, സൊസൈറ്റി ആയിക്കോട്ടെ, മനുഷ്യന്മാരായിക്കോട്ടെ ഒക്കെ കൺസിഡർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാഷണലിസം ആൻഡ് മാസ്കുലിനിറ്റി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിൽ പറയുന്നത് നേഷനെ സപ്പോർട്ട് ചെയ്യുക, നേഷന്റെ ഭാവി എന്ന് പറയുന്നത് പുരുഷന്മാരാണ് എന്നൊരു കോൺസെപ്റ്റാണ് പറയുന്നത്. ഫെമിനിസ്റ്റ് ആർഗ്യൂ ദാറ്റ് വുമൻ ഹാവ് ബീൻ എക്സ്ക്ലൂഡഡ് ഫ്രം മെനി നാഷണലിസ്റ്റ് മൂവ്മെന്റ്സ്. ഒരുപാട് നാഷണലിസ്റ്റ് മൂവ്മെന്റ്സിൽ സ്ത്രീകളെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയാനായിട്ട് പറ്റുന്നത്. അതേപോലെ തന്നെ സ്ട്രെങ്ത്, ഇൻഡിപെൻഡൻസ്, വാലർ, ഹീറോയിസം ഈ പറയുന്ന ഒരുപാട് കോൺസെപ്റ്റ്സുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്നത് ഫെമിനിറ്റിയെക്കാട്ടും കൂടുതൽ മാസ്കുലിനിറ്റി ആണ് എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു ഐഡിയൽ മാൻ എന്ന് പറയുന്നൊരു ടേം ഇസ് ഓഫൺ പോർട്രേറ്റ് ആസ് സംവൺ ഹു എംബോഡീസ് ട്രേറ്റ്സ് ദാറ്റ് ആർ ബിലീവ് ടു ബി എസെൻഷ്യൽ ഫോർ ദി പ്രൊട്ടക്ഷൻ ആൻഡ് പ്രോസ്പെറിറ്റി ഓഫ് നേഷൻ. ഒരു നേഷൻ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു ഐഡിയൽ മാൻ വേണം. അല്ലെങ്കിൽ ഈ നാട്ടിലെ പുരുഷന്മാരൊക്കെ എങ്ങോട്ട് പോയി, പുരുഷന്മാരുണ്ടെങ്കിലല്ലേ നമ്മളൊക്കെ സേഫ് ആവുള്ളൂ എന്നൊരു കോൺസെപ്റ്റ് എല്ലായിടത്തും നിലനിൽക്കുന്ന ഒരു കോൺസെപ്റ്റ് ആയിട്ടാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അവരാണ് നാച്ചുറൽ പ്രൊട്ടക്ടേഴ്സ് ആയിട്ട് തന്നെ സൊസൈറ്റി കൺസിഡർ ചെയ്യുന്നത്. അവരാണ് ഡിഫെൻഡ് ചെയ്യുന്നത്. അവർക്കായിരിക്കും ഒബ്വിയസ്ലി ഫിസിക്കൽ സ്ട്രെങ്ത് കുറച്ച് കൂടുതലുണ്ടാവുക. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവരാണ് ഡിഫെൻഡേഴ്സ്, അല്ലെങ്കിൽ അവരാണ് നേഷൻ അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഒരു അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലൊരു പോയിന്റ് ആണ്. അതേപോലെ തന്നെ പുരുഷന്മാർക്ക് മുകളിലും അതൊരു ബേർഡൻ ആണ്. എല്ലാ പുരുഷന്മാരും ഈ പറയുന്ന പോലെ ഹെജമനിക് മാസ്കുലിനിറ്റി എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരല്ല. ചിലർക്ക് ഇതൊന്നും താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ കുറച്ച് വീക്കായിരിക്കും, കുറച്ച് സട്ടിലായിട്ടുള്ള ആൾക്കാരായിരിക്കും. ചിലർ മാത്രം ഇതുപോലെ അഗ്രസീവോ ഡോമിനന്റോ അല്ലെങ്കിൽ ആ ഒരു സ്പിരിറ്റ് ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും ആ ഒരു സ്പിരിറ്റ് ഉണ്ടായെന്ന് വരത്തില്ല. അപ്പോൾ അത് പുരുഷന്മാർക്ക് മുകളിലും അതൊരു ബേർഡൻ ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ദിസ് ടൈപ്പ് ഓഫ് മാസ്കുലിൻ ഐഡന്റിറ്റി ഇസ് ഓഫൺ പ്രസന്റഡ് ഇൻ ഓപ്പോസിഷൻ ടു ഫെമിനിറ്റി വിച്ച് ഇസ് സീൻ ആസ് പാസീവ് ഓർ വൾണറബിൾ. അതായത് പുരുഷന്മാർ പറഞ്ഞ ഡോമിനന്റ് ആയിരിക്കണം, ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, പ്രൊട്ടക്ടേഴ്സ് ആയിരിക്കണം, ഡിഫെൻഡേഴ്സ് ആയിരിക്കണം. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സ്ത്രീകളെ കൺസിഡർ ചെയ്യാറുള്ളതായിട്ട് നമുക്ക് പറയുന്നത്. Men are seen as the agents who can build the nation, with national progress often being framed as synonymous with male accomplishment and effort. പുരുഷന്മാരാണ് കൂടുതലായിട്ടും സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ പ്രൊട്ടക്ഷൻ പരമായിട്ടുള്ള കാര്യങ്ങളിൽ എഫേർട്ട് ഇടുന്നതും അല്ലെങ്കിൽ സക്സസ്ഫുൾ ആവുന്നതും. അല്ലെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ എത്ര വനിതാ പോലീസ് നമുക്ക് അറിയാം ഇതുപോലെ നേഷനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറെ കേസ് തെളിയിക്കുന്നു ഉണ്ടാവും. പക്ഷെ അതിലും കൂടുതലുള്ളത് പുരുഷന്മാരാണ്. അവരാണ് രാജ്യത്തെ ബിൽഡ് ചെയ്യുന്ന ആൾക്കാരായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നത്. നമ്മളുടെ കുഞ്ഞിലോട്ടുള്ള ബുക്കുകളിലാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പുരുഷന്മാരുടെ ഫോട്ടോയാണ് കൊടുക്കുന്നത്, മെന്നിൻ്റെ ഫോട്ടോയാണ് കൊടുക്കുന്നത്. നേഷൻ ബിൽഡിങ്ങിൻ്റെ കാര്യത്തിലായാലും ഒരു നിയമപുസ്തകം പിടിച്ചിരിക്കുന്ന കാര്യത്തിലായാലും. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും നേഷൻ പരമായിട്ടുള്ള കാര്യങ്ങളിലായിക്കോട്ടെ, അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ രാജ്യപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അവിടെയൊക്കെ പുരുഷന്മാർക്കാണ് കൂടുതലും വോയിസ് ഉള്ളതായിട്ട് കാണാനായിട്ട് പറ്റുന്നത്.
സ്റ്റേറ്റ് പവർ, നാഷണലിസം, മിലിറ്ററിസം, ഡെമോക്രസി, ഇതെല്ലാം മാസ്കുലിൻ പ്രോജക്ട്സ്, പ്രോസസ് ആക്ടിവിറ്റീസ്, ഇതൊക്കെ ആയിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന കോൺസെപ്റ്റ്സ് ആയിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, മോസ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഡോമിനേറ്റഡ് ബൈ മെൻ. മിക്ക സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത് മെന്നാണ്. അവിടുത്തെ ഹെഡ് ആയിക്കോട്ടെ, ചീഫ് മിനിസ്റ്റർ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് മിക്കതും പുരുഷന്മാരാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നാഷണലിസം ഇസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദി സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതുകൊണ്ട് തന്നെയല്ല, നാഷണലിസം എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതൽ സ്റ്റേറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതുമായിട്ടാണ് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്. ഈ പറയുന്ന സ്റ്റേറ്റും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഹെഡായിട്ട് നിൽക്കുന്ന ആരാണ്? മെയിലാണ്. അതുകൊണ്ട് തന്നെ പുരുഷന്മാരാണ് ഇതൊക്കെ ചിന്തിക്കുന്നത്. നമ്മൾ പറയും ഈ ഒരു പൊസിഷനിലേക്ക് ഒരു സ്ത്രീ വന്ന് നോക്കട്ടെ, മാറ്റങ്ങൾ വരുന്ന നമുക്ക് അറിയാൻ പറ്റും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ്? പുരുഷന്മാരിരിക്കുമ്പോഴത്തേക്കും കൂടുതലായിട്ടും നിയമങ്ങളായിക്കോട്ടെ, കാര്യങ്ങളായിക്കോട്ടെ ഒക്കെ അവർക്ക് ഫേവറബിൾ ആയിട്ട്, അല്ലെങ്കിൽ എല്ലാമല്ല, പക്ഷെ കൂടുതലും സ്ത്രീക്ക് സ്ട്രെസ് കൊടുക്കാതെ അങ്ങനെയൊക്കെ ആയിരിക്കും. ഒരു പൊസിഷനിലേക്ക്, ഒരു പവറിലേക്ക് ഒരു സ്ത്രീ വന്നാൽ ഉറപ്പായിട്ടും അവിടെ കൂടുതലും കൺസിഡറേഷൻ, അല്ലെങ്കിൽ അവിടെ ഒരു കൂടുതലായിട്ടും ജസ്റ്റിസ് കൊടുക്കേണ്ട സ്ത്രീകൾക്കാണ് എന്നൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് ലോസ് ഒക്കെ ഫോം ആവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പക്ഷെ അതിന് പകരം ഇവിടെ എന്താ സൊസൈറ്റിയിൽ നടക്കുന്നത്? വുമൻ ആർ ഓഫൻ കൺസിഡർഡ് ആസ് കെയർ ഗിവേഴ്സ്. അവർക്ക് ഒരുപാട് പണിയുണ്ട്. അവർക്ക് ഈ പറയുന്ന പോലെ രാജ്യം നോക്കി നടത്തിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അവർക്ക് നോക്കാൻ ഒരു കുടുംബമുണ്ട്, കുട്ടികളുണ്ട് എന്നാണ് പറഞ്ഞത്. അവർ ഹോം മേക്കേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവർ രാജ്യമല്ല നോക്കേണ്ടത്, വീടാണ് നോക്കേണ്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. നാഷണലിസം ഓഫൻ ഇൻവോക്സ് ദി ഐഡിയ ഓഫ് ദി നേഷൻ ആസ് എ പ്യുവർ ഓർ സീക്രട്ട് എൻറ്റിറ്റി. അപ്പം ഈ ഒരു പ്യൂരിറ്റി സൊസൈറ്റിയിലെ നമ്മൾ പറയും ഭൂമി, ഇപ്പം നമ്മുടെ രാജ്യം ഇപ്പം ഒരു സ്ത്രീയുമായിട്ടാണ് നമ്മൾ തുല്യപ്പെടുത്തുക. ഇപ്പം ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ, അല്ലെങ്കിൽ ഇപ്പോൾ വേൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഷീ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റായിട്ട് നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ ഭൂമിയോളം ക്ഷമയോളമാണ് സ്ത്രീ എന്നൊക്കെ പറയാറുണ്ട്. അതേപോലെ തന്നെ നേഷൻ പറയുമ്പോഴത്തേക്കും നേഷൻ്റെ പ്യൂരിറ്റി കാത്തു സൂക്ഷിക്കുന്നത് സ്ത്രീകളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്യൂരിറ്റി പരമായിട്ടുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ സ്ത്രീകളിലേക്കും പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മെന്നിലേക്കുമാണ് ഫ്ലോ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. വുമൻസ് ബോഡീസ് ആൻഡ് റോൾസ് ഇൻ റീപ്രൊഡക്ഷൻ ആർ സീൻ എസ് സെൻട്രൽ ടു ദി പ്രിസർവേഷൻ ഓഫ് നാഷണൽ ഐഡന്റിറ്റി ആൻഡ് കൾച്ചറൽ വാല്യൂസ്. ഒരു സ്ത്രീ എങ്ങനെയാണ് ഒരു സൊസൈറ്റിയിൽ, അല്ലെങ്കിൽ ആ സ്ത്രീ എത്രത്തോളം പ്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ എത്രത്തോളം നമ്മൾ കാണുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള അമ്മമാർ, ടിപ്പിക്കൽ ആയിട്ടുള്ള അമ്മമാർ എല്ലാവരും സ്നേഹത്തോടെ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും പറയും ഇതാണ് ഞങ്ങളുടെ അമ്മമാർ, ഇതാണ് ഇവിടുത്തെ സ്ത്രീകൾ, ഇതൊക്കെയാണ് ഇവിടുത്തെ നല്ല സ്ത്രീകൾ എന്നൊക്കെ പറയും. അപ്പോൾ അവർ പ്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർക്ക് നാഷണാലിറ്റിയിൽ കൂടുതലായിട്ട് ഒരു റോൾ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അടുത്ത് പറയുന്ന കോൺസെപ്റ്റ്സ് ആണ് മാസ്കുലിനിറ്റി ആൻഡ് സ്പോർട്സ് എന്ന് പറയുന്നത്. പല സൊസൈറ്റിയിലും സ്പോർട്സ് ഇസ് കൺസിഡർഡ് ആസ് key domain for the performance and validation of masculine identity, and this connection has been the subject of significant sociological, psychological and gender studies. അതായത് സ്പോർട്സ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെയധികം എനർജി യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അഗ്രഷൻ ആയിക്കോട്ടെ, എനർജി ആയിക്കോട്ടെ, കോമ്പറ്റീറ്റീവ് മൈൻഡ് ആയിക്കോട്ടെ, എംപതി എന്ന് പറഞ്ഞൊരു സാധനമേ സീക്കാണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്പോർട്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് കൂടുതലായിട്ടും ഹെജമനിക് മാസ്കുലിനിറ്റി ആയിട്ടാണ് റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, ഐസ് ഹോക്കി, ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും കുഴപ്പമില്ല, അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. പക്ഷെ ജിംനാസ്റ്റിക്സ് ആയിക്കോട്ടെ, ഫിഗർ സ്കേറ്റിംഗ് ആയിക്കോട്ടെ, ജിംനാസ്റ്റിക്സ്, ഫിഗർ സ്കേറ്റിംഗ്, ചിയർ ലീഡിങ്, ഇതൊക്കെ സ്ത്രീകളായിട്ടാണ് ചെയ്യേണ്ടത്. മറ്റേ പറയുന്ന ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, ഇതിനൊക്കെ ഒരു ടീം സ്പിരിറ്റ് വേണം. ഇതിനൊക്കെ മറ്റുള്ളവരുടെ അടുത്ത് ഒരു പാവം തോന്നാണ്ട് ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ റെസ്ലിംഗ് ആയിക്കോട്ടെ, ബോക്സിംഗ് ആയിക്കോട്ടെ, ഇതിനൊക്കെ കുറച്ചൊരു അഗ്രസീവ് മൈൻഡ് ഉണ്ടായിരിക്കണം. അത് കൂടുതലായിട്ട് പുരുഷന്മാരാണ് ചെയ്യേണ്ടത് എന്നാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ സൊസൈറ്റിയിൽ കണ്ടുവരുന്നത്. ഇപ്പോൾ സ്ത്രീകൾക്ക് തന്നെ ഇപ്പോൾ ബോക്സിങ്ങിലേക്ക് ഇറങ്ങണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വീട്ടിലെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. മറ്റേ നമ്മുടെ ഗോദ സിനിമയിൽ പറയുമല്ലോ, നോബഡി വോൺസ് എ സാക്ഷി മാലിക് ഇൻ ദെയർ ഹോം എന്ന് പറയുമല്ലോ. ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് അൺടിൽ അവർ ഗോൾഡ് മെഡൽ അച്ചീവ് ചെയ്യുന്നത് വരെ. അപ്പോൾ സ്ത്രീകൾക്ക് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവർ നീ ആമ്പിളരെ പോലെ എന്തിനാ ഗുസ്തി പിടിക്കാൻ പോകുന്നത്, ഇതായിരിക്കും ആദ്യം വരുന്നൊരു ടോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കും നീ വേണമെങ്കിൽ ജിംനാസ്റ്റിക്സോ ചിയർ ലീഡിങ്ങോ അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്തെങ്കിലും ഗെയിംസ്, ടെന്നിസ് ഇതൊന്നും ചെറിയ ഗെയിംസ് അല്ല, പക്ഷെ അങ്ങനത്തെ ഒക്കെ കളിക്കാൻ വേണ്ടി പോയിക്കോ. നിന്റെ ആഗ്രഹം ബോക്സിംഗ് ആണെങ്കിൽ അതിന് പോകണ്ട. അങ്ങനെ പറയുന്ന ഇഷ്ടംപോലെ പേട്രിയാർക്കൽ ഫാമിലീസ് നമ്മുടെ സൊസൈറ്റിയിലുള്ളതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ദിസ് സെപ്പറേഷൻ റീഇൻഫോഴ്സസ് ദി ഐഡിയ ദാറ്റ് സർട്ടൻ ഫിസിക്കൽ ക്വാളിറ്റീസ്, അതായത് സ്ട്രെങ്ത് ആയിക്കോട്ടെ, അഗ്രഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ ആർ ഇൻഹറന്റ്ലി മെയിൽ ട്രീറ്റ്സ്. ഇതൊക്കെ ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പറയുന്ന ഗുസ്തി പിടിക്കാൻ നീ എന്താ ആണാണോ എന്ന് ചോദിക്കില്ലേ, അതേപോലെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് തന്നെ നമുക്ക് മനസ്സിലാവുന്നത് സ്ട്രെങ്ത് ആയിക്കോട്ടെ, അഗ്രസീവ്നെസ് ആയിക്കോട്ടെ, കോമ്പറ്റീറ്റീവ് മൈൻഡ് ആയിക്കോട്ടെ, ഇതൊക്കെ പുരുഷന്മാർക്കുള്ള ക്വാളിറ്റീസ് ആണ്.
മറ്റേതെന്ന് പറയുമ്പോഴത്തേക്ക് ഫെമിനിൻ, നീ വേണമെങ്കിൽ വല്ല ഡാൻസ് പഠിക്കാനും പോയിക്കോ, അല്ലെങ്കിൽ കൂടിപ്പോയി വല്ല കരാട്ടയും പഠിക്കാൻ പോയിക്കോ, അത്രയും മതി, അതിനപ്പുറത്തേക്കൊന്നും പോവണ്ട എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ പണ്ട് കാലത്ത് പറയായിരുന്നു പെൺകുട്ടികളെ കരാട്ടെ പഠിക്കാൻ വിടണ്ട, ബോഡി ഷേപ്പ് പോവും എന്ന് പറയുന്നു. അപ്പോൾ സ്ത്രീകൾ ഭയങ്കരമായിട്ട് അവരുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത്, അവരുടെ സെക്ഷുവാലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത്, അവരുടെ പ്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നടക്കേണ്ട ആൾക്കാരായിട്ടാണ് സൊസൈറ്റി കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻ മെനി സ്പോർട്സ് കൾച്ചേഴ്സ് ദർ ഇസ് എൻ ഐഡിയലൈസ്ഡ് ഫോം ഓഫ് മാസ്കുലിനിറ്റി ദാറ്റ് ചാമ്പ്യൻസ് ക്വാളിറ്റീസ് ലൈക്ക് ഡോമിനൻസ്, സ്റ്റോയിസം, അഗ്രഷൻ ആൻഡ് കൺട്രോൾ. അതായത് ഒരുപാട് സ്പോർട്സ് കൾച്ചറിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഇപ്പോൾ എല്ലാ പുരുഷന്മാരും അതിലുള്ള എല്ലാ മെയിലും അവർക്ക് ഈ പറയുന്ന സോക്കോൾ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കണം. അങ്ങനെ വരുമ്പോൾ അവരെ പവർഫുൾ ആയിട്ട് പോലും നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ടീം പോലും കൺസിഡർ ചെയ്യുള്ളൂ എന്നാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഇതാണ് മാസ്കുലിനിറ്റി ആൻഡ് സ്പോർട്സിനെ പറ്റിയിട്ട് വരുന്ന മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് എന്ന് പറയുന്നത്. Gay men or men who are perceived as not fitting traditional gender roles are often excluded from the athletic world. അവർക്ക് ഇവിടെ സ്ഥാനമേ ഇല്ല, അല്ലെങ്കിൽ അവർക്ക് കഴിവുണ്ടോ, അവർക്ക് ഒരു ഇപ്പം എന്താ റിലേ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേ റണ്ണിങ് റേസിൻ്റെ ഇതായിക്കോട്ടെ, എന്തിനാണെങ്കിലും അവർക്ക് അതിനുള്ള ടാലൻ്റ് ഉണ്ടോ അത് നോക്കാതെ ഈ പറയുന്ന ഒരു അഗ്രഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് എത്തണം, അല്ലെങ്കിൽ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് അതൊന്നുമില്ല, അല്ലെങ്കിൽ അവർക്കൊരു ഫെമിനൈൻ നേച്ചർ കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഒരു അത്ലറ്റിക്സ് എന്ന് പറഞ്ഞൊരു അത്ലറ്റിക്സിൽ അവർക്ക് സ്ഥാനമില്ല എന്നാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇവിടെ മാസ്കുലിനിറ്റി ഈസ് പെർഫോം ത്രൂ ഫിസിക്കൽ അഗ്രഷൻ, സെക്ഷൽ ഡോമിനൻസ് ആൻഡ് ഹെട്രോസെക്ഷുവാലിറ്റി. ഇനി പറഞ്ഞത് ട്രഡീഷണൽ മാസ്കുലിനിറ്റി ഇൻ സ്പോർട്സിനെ പറ്റിയിട്ടാണ്. ഇറ്റ് ഈസ് ഓഫൺ അസോസിയേറ്റഡ് വിത്ത് സ്ട്രെങ്ത്, ഡോമിനൻസ് ആൻഡ് അഗ്രഷൻ ആൻഡ് ഇമോഷണൽ കൺട്രോൾ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ലാത്തവരെ സൊസൈറ്റി മാർജിനലൈസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇവർക്കൊന്നും അത്ലറ്റിക്സ് ആയിക്കോട്ടെ, നാഷണൽസ് ആയിക്കോട്ടെ, ഇതിലൊന്നും പറയുന്ന കോൺസെപ്റ്റാണ് മാസ്കുലിനിറ്റി ആൻഡ് വയലൻസ് എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞ സെയിം സാധനങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത്. സോഷ്യലൈസേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് വഴിയാണ് ഒരു പുരുഷനെ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഒരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് പറയുന്ന പോലെ തന്നെ ഒരു പുരുഷനും ഇങ്ങനെയൊക്കെ ആയിരിക്കണം, ഒരു റിയൽ മാൻ എങ്ങനെ ആയിരിക്കണം, നീ ഒരു ആൺകുട്ടിയല്ലേ, നീ ഭയങ്കര ധൈര്യശാലി ആയിരിക്കണം, നീ അച്ഛനെ പോലെ ധൈര്യശാലി ആയിരിക്കണം, അസർട്ടീവ് ആയിരിക്കണം എന്ന് പറയുന്ന സോഷ്യലൈസേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് വഴിയാണ്. വയലൻസ് എന്ന് പറയുമ്പോഴത്തേക്കും പണ്ട് മുതൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് ആയിക്കോട്ടെ, അതായത് ഫിസിക്കൽ വയലൻസ് ആയിക്കോട്ടെ, വാക്കുകൾ യൂസ് ചെയ്തിട്ടുള്ള വയലൻസ് ആയിക്കോട്ടെ, എല്ലാ രീതിയിലും അതൊരു ഹെജമനിക് ഫോം ഓഫ് മാസ്കുലിനിറ്റി ആണ്. ഇതിന് നമ്മുടെ സൊസൈറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അവിടെ അഗ്രഷൻ ആയിക്കോട്ടെ, ഡോമിനൻസ് ആയിക്കോട്ടെ, കൺട്രോൾ ആയിക്കോട്ടെ, ഇതെല്ലാം ഒരു പുരുഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്ന കാര്യങ്ങളായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അവനൊരു ആൺകുട്ടിയില്ല, അവന് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടായെന്ന് വരും, അതുപോലെയാണോ അവള് എന്ന് നമ്മൾ അമ്മൂമ്മമാരൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. അവനൊരു ആൺകുട്ടി ആകുമ്പോഴത്തേക്ക് അവന് കുറച്ചും കൂടെ ഫുഡ് ഇങ്ങനെ കൊടുക്കണം, ഫുഡ് അങ്ങനെ കൊടുക്കണം. അല്ലെങ്കിൽ ആൺകുട്ടി ആകുമ്പോഴത്തേക്ക് അവൻ കുറച്ച് എടുത്ത് ചാട്ടൊക്കെ ഉണ്ടാകുന്നിരിക്കും, ആമ്പിള്ളേർ ആകുമ്പോൾ അടി ഉണ്ടാക്കിയെന്ന് വരും. ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. ബോയ്സ് ആർ ഓഫൺ ടോട്ട് ടു ബി ടഫ് ആൻഡ് ടു സപ്രസ് ഇമോഷണൽ വൾണറബിലിറ്റി. ആൺകുട്ടിയല്ലേ, നീ ഇങ്ങനെ കരയാവോ, നീ ധൈര്യത്തോടെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യല്ലേ വേണ്ടത്, നീ ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെയാ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. സ്ട്രോങ് ആയിട്ടിരിക്കും, കരയണ്ട, ഇമോഷണൽ ആവരുത് എന്ന് നമ്മൾ പറയാറുണ്ട്. കോണലിന്റെ തിയറി ഓഫ് ഹെജമനിക് മാസ്കുലിനിറ്റി പറയുന്ന അനുസരിച്ച് ദ ഡോമിനന്റ് ഫോം ഓഫ് മാസ്കുലിനിറ്റി ഇൻ സൊസൈറ്റി ഇസ് വൺ ദാറ്റ് വാല്യൂസ് ടഫ്നെസ്, കോമ്പറ്റീറ്റീവ്നെസ്, കൺട്രോൾ ആൻഡ് അഗ്രഷൻ. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിലും പറയുന്നത്. അപ്പോൾ വയലൻസ് യൂസ് ചെയ്തിട്ടാണ് ഹെജമനിക് മാസ്കുലിനിറ്റി ഇല്ലാത്ത ഒരാൾ ഡോമിനൻസും കൺട്രോളും അതോറിറ്റിയും കൊണ്ടുവരുന്നത്. ഇനിയിപ്പോൾ ഹെജമനിക് മാസ്കുലിനിറ്റി ഉള്ള ഒരാളാണെങ്കിലും ഈ പറഞ്ഞ വയലൻസ് യൂസ് ചെയ്യാറുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റാറുണ്ട്. വയലൻസ് ബിക്കംസ് എ വേ ടു റീഅഫേം ദെയർ പൊസിഷൻ ഇൻ സോഷ്യൽ hierarchy, particularly when they are threatened or feel their masculinity is challenged. നമ്മൾ പറഞ്ഞു ഭയങ്കരമായിട്ട് ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ്, അയാളൊരു ആണാണെന്ന് ഡൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മെയിൻ ഫോം ഓഫ് അല്ലെങ്കിൽ അവർക്ക് ആദ്യം തോന്നുന്ന ഒരു ഇനീഷ്യൽ ആയിട്ടുള്ളൊരു ഫീൽ എന്ന് പറയുന്നത് ഉപദ്രവിക്കുക, അല്ലെങ്കിൽ വയലൻസ് കാണിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അവരുടെ മാസ്കുലിനിറ്റി തെളിയിക്കുക എന്നുള്ളതാണ്. Men are often socialized to believe that they must be in control and that power is an essential characteristic of masculinity. അവരെപ്പോഴും അവരുടെ ഇമോഷൻസ് ആയിക്കോട്ടെ എല്ലാം ആയിക്കോട്ടെ കൺട്രോൾ ചെയ്യണം, അതേപോലെ അവരായിരിക്കണം ചുറ്റും നടക്കുന്ന സ്ത്രീകളെ കൺട്രോൾ ചെയ്യേണ്ടത്. അങ്ങനെ എല്ലാ രീതിയിലും കൺട്രോൾ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് കൂടുതലായിട്ടും കൊണ്ടുവരുന്നത് പുരുഷന്മാരുടെ കേസിലാണ് വരുന്നത്, നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇൻ സിറ്റുവേഷൻസ് വെർ മെൻ ഫീൽ പവർലെസ്, ത്രെറ്റൻഡ് ഓർ ഹ്യൂമിലിയേറ്റഡ്, they may turn to violence to reassert control and regain their sense of masculine identity. അതേപോലെ തന്നെ പല സൊസൈറ്റിയിലും മാസ്കുലിനിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഓണർ അല്ലെങ്കിൽ റെപ്യൂട്ടേഷനുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു കോൺസെപ്റ്റ് ആയിട്ടാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ ഒരു ഫാമിലിയിൽ ഇപ്പോൾ അവരിപ്പോൾ ഒരു നായർ ഫാമിലി ആണെന്ന് വിചാരിക്കുക.
അവർ ഭയങ്കരമായിട്ട് നായർ ഫാമിലി എന്ന് പറയുന്നത് ഒരു നോർത്തിലുള്ള ഒരു ഫാമിലി ആണെന്ന് വിചാരിക്കുക. അവിടെയാണല്ലോ കൂടുതൽ ഓണർ കില്ലിംഗ് ഒക്കെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം ഒരാളെ പോയി കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അച്ഛൻ്റെ വാക്ക് തെറ്റിച്ച് പോവുകയാണ്, അല്ലെങ്കിൽ ആ ഒരു വീട്ടിലെ ആണിന്റെ വാക്ക് തെറ്റിച്ച് പോവാണെന്നുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിച്ച് അവരെ കൊല്ലുക, ഓണർ കില്ലിങ്. അവര് വീട്ടിന് മാനം വരുത്തി, അല്ലെങ്കിൽ അവര് ഞങ്ങളുടെ ഓണർ